എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പതുക്കെ പരിപാടിയിലേക്ക് കയറാം. എന്റെ പേര് പൊന്നി ഒളിമ്പ. ഞാൻ പാലക്കാട് തത്തമംഗലത്തുള്ള നവഗോത്ര ഗുരുകുലത്തിലാണ് ജീവിക്കുന്നത്. ഞാനിപ്പോ സംസാരിക്കുന്നത് നമ്മുടെ ഗ്രീൻ ക്രോസ് ഇക്കോ വില്ലേജിൽ വെച്ചാണ്. ഇവിടെ നിന്ന് ഈ മാസത്തെ റിട്രീറ്റ് നടക്കുകയാണ്. പ്രകൃതി വിശ്രമ വിജ്ഞാന സത്സംഗം നടക്കുകയാണ്. ഇന്ന് ആരംഭിച്ചു. നാളെയും മറ്റന്നാളുമായിട്ട് അത് തുടരും. അപ്പോ ഇന്നത്തെ ഫ്രൈഡേ വിസിറ്റത്തിലെ ഇന്നത്തെ വിഷയം എല്ലാവരും കണ്ടിരിക്കും. എല്ലാവർക്കും വളരെ താല്പര്യമുള്ള അല്ലെങ്കിൽ അറിയാൻ ഒരുപാട് ആകാംക്ഷയുള്ള ഒരു വിഷയമാണ്. ക്ഷീണം തോന്നുമ്പോൾ സന്തോഷിക്കുക, അത് അപ്പോൾ നിങ്ങളുടെ ജീവൻ ഉണർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക എന്നുള്ള ഒരു കാര്യം. അപ്പോ എല്ലാവരും ആരോഗ്യത്തെ കുറിച്ച് ഒരുപാട് കൺസേൺഡ് ആയിട്ടുള്ള ഒരു കാലത്താണ് ജീവിക്കുന്നത്. അപ്പോ നമുക്ക് ക്ഷീണം എല്ലാവർക്കും പലപ്പോഴായിട്ട്, ചിലർക്ക് തുടർച്ചയായിട്ട് അസുഖം ഉള്ളപ്പോൾ അല്ലാത്തപ്പോൾ ഒക്കെ ക്ഷീണം നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ അത് നമ്മൾ ക്ഷീണം തോന്നുമ്പോൾ നമ്മൾ കരുതുക അത് നമ്മുടെ ഒരു ആരോഗ്യ കുറവായിട്ട്, അല്ലെങ്കിൽ നമുക്കപ്പോ വയ്യ എന്നാണ് നമുക്ക് തോന്നുക. അപ്പൊ എങ്ങനെയാണ് ഇന്നത്തെ ആ ഒരു വിഷയം, എങ്ങനെയാണ് അത് സന്തോഷിക്കുക എന്ന് പറയുന്നതിൽ അപ്പൊ എന്തായിരിക്കും ക്ഷീണം എന്നുള്ളത് നമുക്ക് കേൾക്കാം. അപ്പോ അതുപോലെ വിശ്രമം എന്ന് പറയുന്നത് ചലനാത്മകതയാണെന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോ ക്ഷീണം തോന്നുമ്പോൾ നമ്മൾ സാധാരണ വിശ്രമിക്കുകയാണ് ചെയ്യാറുള്ളത്, അല്ലെ? അപ്പൊ അതെങ്ങനെയാണ് വിശ്രമം എന്ന് പറയുന്നത് ഗുണകരമായിട്ടുള്ള ഒരു പ്രക്രിയയായിട്ട് മാറുന്നത് എന്നൊക്കെ നമുക്ക് ഇന്ന് കേൾക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് 3 ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ എപ്പോഴും പരിപാടി നടത്താറുള്ളത്. നിങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് കരുതുന്നു, കാരണം തുടർച്ചയായിട്ട് പരിപാടിയിൽ പങ്കെടുക്കുന്നവരാണ് ഇന്ന് കാണുന്നത്. അതായത് ആദ്യം വിഷയ പരിചയം, എന്താണ് വിഷയം എന്നുള്ളത് പരിചയപ്പെടുത്തും. ശേഷം നിങ്ങൾ അതിന്മേലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു സെഷൻ ആയിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി അല്ലെങ്കിൽ എന്ത് ഫീൽ ചെയ്തു എന്നുള്ളതിന്റെ ഒരു ഇവാലുവേഷൻ, വിലയിരുത്തൽ കൂടി ഉണ്ടാകും. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോകാവൂ. എല്ലാവരെയും മുഴുവൻ സെഷനിലേക്കും നല്ലൊരു സെഷൻ ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടുന്ന ഒരു അറിവ് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, അപ്പോ നമുക്ക് വിഷയം അവതരിപ്പിക്കാനായിട്ട് സന്തോഷ് ഏട്ടനെ ക്ഷണിക്കാം. സന്തോഷ് ഏട്ടനെ ഇപ്പൊ ഇവിടെ എല്ലാവരും പരിചയമുള്ളവരാണ്. സുനിത ജോസഫ്, അവർക്ക് മാത്രമാണ് ഒത്തിരി പുതുമ ഉണ്ടാകുമെന്ന് തോന്നുന്നു. സന്തോഷ് ഒളിമ്പസ് ഒരു ഇക്കോ ഫിലോസഫറാണ്. അതായത് ഇക്കോളജിക്കൽ ഫിലോസഫി പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് പ്രകൃതിയെ കുറിച്ച് പഠിക്കുന്നതിനായിട്ടൊരു പ്രകൃതി തത്വശാസ്ത്ര ദർശനം എന്നുണ്ട്, നമ്മൾ അതിനെ ഒളിമ്പസ് എന്ന് വിളിക്കുന്നു. അതില് ഇന്ന് ഒരു വിഷയം മാത്രമാണ് ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പൊ ഒരുപാട് വിഷയങ്ങൾ പ്രകൃതി എന്ന് പറയുന്നതിൽ നമ്മൾ വളരെ ആഴത്തിൽ ചിന്തിക്കുകയും അല്ലെങ്കിൽ നമ്മൾ വളരെ ആഴത്തിൽ ഇന്ന് പോകേണ്ടതിന്റെ ഒരു ആവശ്യകതയെ പറ്റി ഒരുപാട് പ്രചരണങ്ങൾ നടത്തി വരികയാണ് ഞങ്ങള്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഒരു വിഷയം എടുത്തിട്ടെന്നേ ഉള്ളൂ. അപ്പൊ ഇത് ഈ ഒരു വിഷയത്തിലൂടെ ആണെങ്കിലും ഒളിമ്പസിന്റെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവരോടും ഒരിക്കൽ കൂടി ആശംസകൾ അറിയിക്കുന്നു. ഏട്ടാ നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ശുഭസായാഹ്നം. ഫ്രൈഡേ വിസിറ്റത്തിലേക്ക് സ്വാഗതം. വെള്ളിയാഴ്ച ഈ വട്ടന്മാരുടെ ദിവസമാണെന്ന് പറയപ്പെട്ടിട്ടുള്ളത്. വട്ട് കയറുക എന്ന് പറയുന്നത് വട്ടത്തിലാവുക എന്നുള്ളതാണ്. ഈ പ്രകൃതിയിലെ പല സാധനങ്ങളും വട്ടത്തിലാണ്, ചതുരത്തിലൊന്നുമില്ല. ചതുരം എന്ന് പറയുന്നത് എന്താ? ചതുരം എന്ന് പറയുന്നത് ചതുരന്മാർ എന്ന് പറയുന്നത് ഈ ബുദ്ധിയുള്ളവരാണ് നമ്മൾ പറയാ. വട്ടന്മാർ എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ ആ വട്ടത്തിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നവർ, വട്ടത്തിൽ ഇങ്ങനെ പോകുന്നത്, 8ന്റെ പണി എന്നൊക്കെ കിട്ടില്ല, അതുപോലെ വട്ടത്തിൽ പോകുന്നവർ. പ്രകൃതിയിലെ ഈ ചലനാത്മകത ആവർത്തിച്ച് ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് അതിനെ ചതുരത്തിലാക്കാൻ ശ്രമിക്കും. ചതുരത്തിലാകുമ്പോൾ അടുക്കി വയ്ക്കാൻ സുഖമാണ്, കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. വട്ടത്തിലാകുമ്പോൾ അത്ര കൈകാര്യം ചെയ്യാൻ എളുപ്പമല്ല. വട്ടന്മാരെ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, ചതുരന്മാരെ കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. അവരെ നമുക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. അവര് നമ്മളെ നല്ല പോലെ കൈകാര്യം ചെയ്യും. കൈകാര്യം ചെയ്ത് എല്ലാം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അയ്യോ പറ്റിപ്പോയല്ലോ എന്ന്. അപ്പൊ ഈ ചതുരവും വട്ടവും തമ്മിലുള്ള വ്യത്യാസം. വട്ടം എന്ന് പറയുന്നത് പ്രകൃതിയുടെ സ്വാഭാവിക നൈസർഗിക ആവർത്തിത ചലനങ്ങളെയാണ് ഈ വട്ടം എന്ന് പറയുന്നത്. ചതുരം എന്ന് പറയുന്നത് പ്രകൃതിയുടെ ആ സ്വാഭാവിക പ്രവർത്തനത്തിന്റെ മുകളിൽ മനുഷ്യൻ ചെലുത്തുന്ന വിവിധങ്ങളായിട്ടുള്ള ബൗദ്ധിക ഇടപെടലുകൾ, അതിനാണ് ചതുരം എന്ന് പറയുന്നത്. അപ്പോ ഈ വട്ടവും ചതുരത്തിനുള്ള വ്യത്യാസം പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് കയറുന്നത് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ പറഞ്ഞതേ ഉള്ളൂ.
വെള്ളിയാഴ്ച വട്ടന്മാരുടെ ദിവസമാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. വെള്ളിയാഴ്ചകളിൽ നമ്മളിങ്ങനെ ഒരു ഫ്രൈഡേ വിസിറ്റ് എന്നുള്ളൊരു പരിപാടി നടത്തിക്കൊണ്ടുവരുന്നു. അത് ടോട്ടൽ റീസെറ്റ് എന്നുള്ള ലോക അജണ്ടയുടെ ഭാഗമായിട്ട് അവർ ചില ആഘോഷങ്ങൾ നടത്തുമ്പോൾ അവരെന്ത് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് അതിൽ നിന്ന് അതിജീവിക്കാനുള്ള വഴികൾ വേണം എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു വെബിനാർ സീരീസ് ആണ്. കുറച്ചു നാൾ കഴിഞ്ഞാൽ എന്താ വന്നാലും ഒന്നുകിൽ ലോക്ക്ഡൌൺ വരും, അല്ലെങ്കിൽ അതിലും വലിയ പുലിവാലുകൾ വരും, വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മുടെ മുമ്പിൽ കൂടെ പല പുലിവാലുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പുലിവാലുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെ അതിജീവിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിന്റെ പഠനങ്ങളുടെ ഭാഗമാണ് നമ്മളിവിടെ ഈ ഒരു ഫ്രൈഡേ വിസ്റ്റത്തിലൂടെ സംസാരിക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ. അപ്പൊ അതിൽ ഇന്ന് നമ്മൾ പറയുന്ന വിഷയം എന്ന് പറയുന്നത് വിശ്രമം ക്രിയാത്മകതയാണെന്നുള്ളതാണ്. വിഷയം വളരെ സിമ്പിളാണ്. വിശ്രമം ക്രിയാത്മകതയാണ്. വിശ്രമിക്കുമ്പോൾ എങ്ങനെയാണ് ക്രിയ നടക്കുക, ക്രിയാത്മകത ഉണ്ടാവുക? സംശയം തോന്നാം. അപ്പോ നമുക്ക് മനസ്സിലാവണം എന്താണ് വിശ്രമം. ഇന്ന് ഈ വിഷയം തന്നെ എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു വിശ്രമ വിജ്ഞാന സഹവാസം ഇവിടെ നടത്തുകയാണ് 3 ദിവസം. അപ്പൊ ഇന്ന് അതിന്റെ ആരംഭ ദിവസമാണ്. ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിൽ കുറച്ചു പേര് ആ വിശ്രമ വിജ്ഞാന സത്സംഗത്തിൽ പങ്കെടുക്കുന്ന ആളുകളാണ്. അത് ഇവിടെ നമ്മുടെ ക്യാമ്പസിൽ, നമ്മുടെ ഇക്കോ വില്ലേജിന്റെ ഹാളില് കുറച്ചു പേര് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഈ വിശ്രമം എന്ന് പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാകണമെങ്കിൽ അതിന് ജീവൻ എന്താണെന്ന് മനസ്സിലാവണം. ജീവൻ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ജീവൻ പോയാൽ ആള് തീർന്നു. പിന്നെ ജീവൻ വച്ചു, ജീവനുള്ളതാണ്. പക്ഷെ എന്തായി ജീവൻ? എന്താണ് ജീവൻ എന്ന് പറയേണ്ട അവസ്ഥയിൽ നമ്മൾ പലപ്പോഴും ശാസ്ത്രം പ്രകാരം പോണ സമയത്ത് ഒരു പ്രൊഫൈല് പറയും നമ്മൾ. ആ പ്രൊഫൈലില് DNA ഉണ്ട്, RNA ഉണ്ട്, ലിപ്പിഡ് ഉണ്ട്, മറ്റേ പ്രോട്ടോപ്ലാസം ഉണ്ട്. നമ്മളിങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ പ്രൊഫൈൽ ഉള്ളത് ജീവനാണെന്ന് പറയും. അപ്പൊ നമ്മൾ അടുത്ത ചോദ്യം ചോദിക്കുക, ഈ മരിച്ച വസ്തുക്കൾക്കുള്ള പ്രത്യേകത എന്താ? അവയിൽ ഇതെല്ലാം ഉണ്ടാവില്ല ചോദിച്ചാൽ അതിനുമുണ്ട്. പിന്നെന്താ ജീവൻ? ജീവൻ ഉള്ളതിന് ഇതെല്ലാം ഉണ്ട്, ജീവൻ കഴിഞ്ഞതിനും അതെല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ ഈ പോയി എന്ന് പറയുന്ന സാധനം എന്താ എന്നുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ ഇന്നലെ കുറച്ചുപേർ ഈ പൊറോട്ട നിന്നിരിക്കട്ടെ, കുറച്ചുപേർ ബിരിയാണി തിന്നു, കുറച്ചുപേർ വാഴപ്പഴം തിന്നു, കുറച്ചുപേർ മറ്റെന്തെങ്കിലും തിന്നു. നമ്മൾ ഇന്നലെ എന്ത് കഴിച്ചോ ആ സാധനം ഇന്നിപ്പോ എവിടെയാ? ടോയ്ലറ്റിൽ പോയി എന്നാണോ തോന്നുന്നത്? അത് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായതുകൊണ്ട് കുറച്ചു ഭാഗം ടോയ്ലറ്റിൽ പോയിട്ടുണ്ടാവും, ഉറപ്പായിട്ടും പോയിട്ടുണ്ടാവും. ബാക്കി നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായില്ലേ? ഇപ്പൊ നിങ്ങൾ ഞാനീ പറയുന്ന കാര്യത്തെ നിങ്ങൾ താല്പര്യത്തോടെയാണ് കേൾക്കുന്നതെങ്കിൽ സാഗൂതം കേട്ടുകൊണ്ടിരിക്കുന്നില്ലേ? ആ കൗതുകം എവിടെ നിന്ന് വന്നു? ആ കൗതുകം വന്നു. നിങ്ങളിൽ ആ കൗതുകമുണ്ട്. അത് കേൾക്കാനുള്ള ഊർജം നിങ്ങൾ ചെലവാക്കുന്നത്, കേൾക്കാനുള്ള ആ ഒരു ഫാക്കൽറ്റി നിങ്ങൾ അവിടെ ഉപയോഗിക്കുന്നത്. ഈ ഫാക്കൽറ്റി എവിടെ നിന്നാ വന്നത്? നിങ്ങൾ ഇന്നലെ വരെ കഴിച്ച ഭക്ഷണത്തിന്റെ അകത്തുകയാണത്, അല്ലെ? എന്നുവെച്ചാൽ നിങ്ങളുടെ ഒരു കർമ്മമായിട്ട് അത് മാറി, നിങ്ങളുടെ എന്തോ ആയിട്ടത് മാറി. അപ്പൊ നിങ്ങൾ ഇന്നലെ കഴിച്ച ഭക്ഷണത്തെ ഇന്ന് നിങ്ങളുടെ എന്തോ ഒരു പ്രക്രിയയായിട്ട്, നിങ്ങളുടെ ശരീരമായിട്ട്, നിങ്ങളുടെ പ്രവർത്തനമായിട്ട്, നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട്, നിങ്ങളുടെ മനസ്സായിട്ട് മാറ്റിയ എന്തോ ഒന്നുണ്ടല്ലോ, ഉള്ളിൽ ലീനമായിരിക്കുന്ന ആ എന്തോ ഒന്നുണ്ടല്ലോ. ആ ഒന്നാണ് ജീവൻ എന്ന് പറയുന്നത്. അതെന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് പറയാം. എങ്കിലും തുടക്കത്തിൽ ഇങ്ങനെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരട്ടെ. നമുക്ക് കയ്യിൽ ഒരു മുറിവ് വന്നു, ചികിത്സിച്ചാൽ അത് 7 ദിവസം കൊണ്ട് പോകും. ചികിത്സിച്ചില്ലെങ്കിലോ 1 ആഴ്ച എടുക്കും. അപ്പോ ചികിത്സിച്ചാൽ 7 ദിവസം, ചികിത്സിച്ചില്ലെങ്കിൽ 1 ആഴ്ച എന്ന് പറയുന്ന കാര്യം നമ്മുടെ ബുദ്ധി കൊണ്ടാണ് നമ്മൾ ആ വേർതിരിവ് മനസ്സിലാക്കുന്നത്, ആ വേർതിരിവ് ഉണ്ടാക്കുന്നത്. ചികിത്സിച്ചാൽ, ചികിത്സിക്കണം. എന്തിനാണ് ചികിത്സ? സത്യത്തിൽ ചികിത്സ എന്തിനാണെന്നറിയും? നമ്മൾ വേറെ പരിപാടികളൊന്നും കാണിച്ചതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കുറച്ചു മുമ്പ് ഇവിടെ നിന്ന് സംസാരിച്ചതാണ്. നമ്മുടെ ഹാളിലിരുന്ന് നമ്മുടെ പുതുതായി വന്ന ആളുകൾ സംസാരിച്ചായിരുന്നു. അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളം തിളപ്പിക്കാനായിട്ട് അടിയിൽ തീ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ തീ ഇങ്ങനെ കത്തി ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീ ജ്വലിക്കുന്നതനുസരിച്ച് വെള്ളം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ചൂടായി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് അങ്ങനെ വേഗം കൂടി, ചലനവേഗം കൂടി അത് ഇങ്ങനെ തിളച്ചു മറിയാൻ തുടങ്ങും.
വളരെ കയോട്ടിക് ആയിട്ടുള്ള വേഗത്തിലുള്ള ചലനങ്ങൾ ഇങ്ങനെ ഉണ്ടായി അവസാനം പിന്നെയും നമ്മൾ തീ കുറച്ചില്ലെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ടുള്ള ജലകണികകളെല്ലാം തന്നെ ശരീരം വിട്ട് അതിന്റെ ആ അവസ്ഥ വിട്ടിട്ട് വെളിയിലേക്ക് തന്നെ തെറിച്ച് ആവിയായി പോകും. ഇത് നിർത്താൻ എന്താ വഴി? അങ്ങനെ പോയി അല്ലെങ്കിൽ നമ്മൾ കഞ്ഞിയാണ് വെക്കുന്നില്ല, കഞ്ഞിയൊക്കെ തുളുമ്പി അങ്ങ് പോകും. ഇത് പോകുന്നത് നിർത്താൻ എന്താ വഴി? ഒറ്റ വഴിയുള്ളൂ, തീ കെടുത്തുക. നമ്മൾ ആദ്യം ചെയ്യും തീ കുറയ്ക്കുക. എന്നിട്ടും അത് പുറത്തേക്ക് വരുന്ന കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ കാര്യം ചെയ്യുള്ളൂ, തീ അങ്ങ് കെടുത്തു. പിന്നെന്താ ഉണ്ടാവുക? അതെങ്ങനെ സെറ്റിലായി വരും, പഴയപടിയാവും. ഈ പഴയപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചരി ഇട്ടു, ഇപ്പോ അത് വെന്ത് ചോറായി. ഈ ഒരു മാറ്റമുണ്ട്, പക്ഷെ തണുക്കും. പച്ചവെള്ളം വെച്ചാൽ അത് ചൂടുവെള്ളമായി തിളപ്പിച്ചാർച്ച വെള്ളമായിട്ട് മാറും. എന്താണെങ്കിലും തണുത്ത് പഴയ ഇടത്തേക്ക് വരും. ആ ടെമ്പറേച്ചറിന്റെ കാര്യത്തിൽ താഴത്തേക്ക് വരും. ഇത് തെർമോഡൈനാമിക്സിന്റെ നിയമമാണ്. തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ ഒരുപാട് നിയമങ്ങളുടെ ഒരു ഏരിയയാണ്. ഒരുപാട് സങ്കേതങ്ങൾ, ഒരുപാട് സാങ്കേതികതകളുടെ ഒരു ഏരിയയാണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ക്വാണ്ടം ഡൈനാമിക്സ് മറ്റൊന്നാണ്. നമ്മുടെ മേഖലയിൽ ഒരുപാട് ചിന്താശാഖകളുണ്ട്, പഠനശാഖകൾ. അതിലൊന്നാണ് ഇത്. നിങ്ങളുടെ ശരീരത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്, അല്ലെ? നിങ്ങളുടെ ശരീരത്തിൽ ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാൽ ഉണങ്ങുമെന്ന് പറഞ്ഞു. ചികിത്സിച്ചില്ലെങ്കിലും ഉണങ്ങും, ചികിത്സിച്ചാലും ഉണങ്ങും. ഈ ഉണക്കുന്നത് എന്താണ്? പിന്നെ നിങ്ങൾ ചികിത്സിക്കാൻ ഉപയോഗിച്ച മരുന്നാണോ? ചികിത്സിക്കാൻ ഉപയോഗിച്ച വൈദ്യനാണോ? ആരാണ് ഈ മുറിവ് ഉണക്കിയത്? അത് മനസ്സിലാവണമെങ്കിൽ അപ്പോഴും ജീവൻ എന്താണെന്ന് മനസ്സിലാക്കണം. ഇത് ജീവനാണ് ഇത് ചെയ്യിക്കുന്നത്. ഞാൻ ഈ സാധാരണ സംഘാടനത്തെ കുറിച്ച് പറയാനായിട്ട് 2-3 തലങ്ങൾ സാധാരണ പറയാറുണ്ട്. ഈ സ്ഥിരം പറയുന്ന ഉദാഹരണം കേട്ടോ, നിങ്ങൾ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അതൊരു പഴയതായിട്ട് തോന്നാം. പുതിയ ആളുകൾക്ക് വേണ്ടിയാണ് പറയുന്നത്. സൈക്കിള്. അപ്പൊ സൈക്കിളിന്റെ ഘടകഭാഗങ്ങളെല്ലാം കൂടെ നമ്മളൊരു പുതിയൊരു സൈക്കിൾ ഉണ്ടാക്കണം. അപ്പൊ മോന് വേണ്ടി സൈക്കിൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഘടകഭാഗങ്ങളെല്ലാം കൂടെ വാങ്ങിച്ചിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു, അല്ലെങ്കിൽ ആമസോണിൽ നിന്ന് വരുത്തി, ഇതൊരു മേശപ്പുറത്ത് ഭംഗിയായിട്ട് അടുക്കി വെച്ചു. നമുക്ക് പറയാൻ പറ്റും ഇത് ഭംഗിയായിട്ട് അടുക്കി വെക്കപ്പെട്ടിരിക്കുന്നു. അതൊരു സൈക്കിളാവും? സൈക്കിളാവില്ല. സൈക്കിൾ ആകണമെങ്കിൽ അതിനെ ഇങ്ങനെ നമ്മളതെല്ലാം കൂടെ കൃത്യമായിട്ട് എടുത്തു വെച്ച് കൃത്യമായിട്ട് ആ ഡിസൈനിൽ അങ്ങനെ പിടിപ്പിക്കണം, കൂട്ടിപ്പിടിപ്പിക്കണം. അതിന്റെ ഘടനയ്ക്ക് ഒരു സമഗ്ര ഭാവം ഉണ്ടാകണം. അതിന് ഘടനാ സമഗ്രത ഉണ്ടാവണം. കൃത്യമായിട്ട് അസംബിൾ ചെയ്യണം. ആ കൃത്യമായിട്ട് അസംബിൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിങ്ങനെ അത് മോളിക്ക് ചവിട്ടിക്കല്ലത് ഇങ്ങനെ ദൂരെ വളരെ കൃത്യമായിട്ട് അത് പ്രവർത്തിക്കും. അതിനു മുമ്പോ ഈ ഘടകങ്ങളെല്ലാം അവിടെയുണ്ട്. ഇവയെല്ലാം ചേർത്ത് വെച്ചാലും അത് പ്രവർത്തിക്കില്ല. അത് സവിശേഷമായ രീതിയിൽ സന്നിവേശിപ്പിക്കണം. ആ സംഘാടനം എന്ന് പറയുക. അപ്പോ ഈ സംഘടിപ്പിക്കുക. നമുക്കറിയാലോ, ഞങ്ങളുടെ നാട്ടിലെ ഒരു പരിപാടി സംഘടിപ്പിച്ചു, അല്ലെങ്കിൽ നമ്മളിവിടെ ഇക്കോ വില്ലേജിൽ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. സംഘടിപ്പിക്കുക വെച്ചാൽ അവിടെ ഇവിടെയും കിടക്കുന്ന സാധനം വിളിച്ചുകൂട്ടി എല്ലാവരും കൂടെ, പിന്നെ കുറെ പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് ഇവർക്കൊക്കെ ചോറ് കൊടുത്ത്, ഒരു മൈക്ക് സെറ്റ് എടുത്തുകൊണ്ട് ഇവർക്ക് കുറെ ശബ്ദം കേൾപ്പിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നു. കുറെ സാധനങ്ങളെ കൂട്ടി ഇണക്കി നിർത്തുന്ന ഒരു പ്രത്യേക രീതി കൂട്ടി ഇണക്കുന്ന സംഘാടനം എന്ന് പറയും. അപ്പോ ഇവിടെ ഉണ്ടാകുന്ന ഇവിടെ ഈ ഒരു സൈക്കിൾ മെക്കാനിക്ക് ഈ നമ്മൾ വാങ്ങിച്ചു കൊടുത്ത സാധനങ്ങളൊക്കെ ഇങ്ങനെ പിടിച്ച് അതിനെ അപ്പുറത്തോടെ ഇട്ട് മുറുക്കി, അതിന് വേണ്ടത്ര മുറുക്കി, വേണ്ട ആംഗിളിലാക്കി, ഇങ്ങനെ കുറെ സവിശേഷ പ്രക്രിയകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ അയാൾ അതിലൂടെ ചെയ്യുന്ന ചില അയാൾ വെളിയിലുള്ള ഒരു ബുദ്ധി കൊണ്ട് ചെയ്യുന്നതാണ്. അങ്ങനെ അയാൾ ഉണ്ടാക്കിയത് ഒരു യന്ത്രത്തെയാണ്. ഇങ്ങനെ ഉണ്ടാക്കുന്നത് യന്ത്രങ്ങളെയാണ്. കാരണം ഈ യന്ത്രത്തിന് തനിയെ പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പൊ ഒന്നുകിൽ ഇതൊരു വെളിയിലുള്ള ഒരു വ്യക്തിക്ക് ചെയ്യാം, അല്ലെങ്കിലോ വെളിയിലുള്ള ഒരു മെഷീന് ചെയ്യാം. അങ്ങനെ ഒരു യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു യന്ത്ര സംവിധാനത്തെ ഉണ്ടാക്കുന്നതിനെയാണ്, അത്തരം സംഘാടനത്തെയാണ് സാധാരണ രീതിയിൽ യാന്ത്രിക സംഘാടനം എന്ന് പറയുക. യന്ത്രം പോലെ ഒരു യന്ത്രത്തെ ഉണ്ടാക്കിയെടുക്കുന്ന പരിപാടി. കുറെ ഘടകങ്ങൾ ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞിട്ട് അതിനെ ഒരുമിച്ച് ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ഒന്ന്, ആ ഒരുമിച്ച് ചേർക്കുമ്പോൾ അതിന് പ്രത്യക്ഷമാകും. ഈ സാധനങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കൂടുമ്പോൾ അതിൽ പുതിയൊരു സാധനം പ്രത്യക്ഷമാകുന്നു. സൈക്കിൾ വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിൽ ഓടുന്ന ഒരു കാര്യം, വളരെ വേഗത്തിൽ സഞ്ചരിപ്പിക്കാൻ കഴിയുന്ന കാര്യം, ഇത്രയും ഭാരം തൂക്കാൻ കഴിയുന്ന കാര്യം. ഭാരം തൂക്കുന്നത് എന്താ? കുറെ കുഞ്ഞു കമ്പി കഷ്ണങ്ങളാണ്. ഒരു കമ്പി കഷ്ണത്തിന് നിങ്ങൾ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ആക്കിയാൽ വളയുന്നതാണ്. ആ കമ്പി കഷ്ണങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ സംഘടിപ്പിച്ചപ്പോ അതിന് നിങ്ങളുടെ ഭാരത്തെ താങ്ങാൻ കഴിയുന്നു.
അപ്പോ അതുവരെ അതിനില്ലാത്ത കുറെ കാര്യങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് അതിന് വന്ന് പ്രത്യക്ഷമാവുകയാണ്. അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല, ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ പോലും ഉണ്ടായിട്ടില്ല. പക്ഷെ സവിശേഷമായ രീതിയിൽ സന്നിവേശിപ്പിച്ചപ്പോൾ, സംഘടിപ്പിച്ചപ്പോൾ അതിന് പുതിയ ചിലത് കാര്യങ്ങൾ കാണാൻ കഴിഞ്ഞു. അപ്പോ അതായത് അതിന്റെ ഘടകഭാഗങ്ങൾ എല്ലാം കൂടെ കൂട്ടിയതിനേക്കാളും കൂടുതൽ, നമ്മളിതെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമ്മളതിനെ ടോട്ടൽ എന്നാണ് പറയുക അല്ലെ. ടോട്ടലിനേക്കാളും കൂടുതൽ, ദ മോർ ദാൻ ദി ടോട്ടൽ, അതിന്റെ മൊത്തത്തിലും അധികമായത് എന്തോ അവിടെ വെളിപ്പെടും. ഇതെന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? എല്ലാ സാധനങ്ങളും കൂട്ടിച്ചേർന്നത് കൊണ്ടല്ല, സവിശേഷമായ രീതിയിൽ സന്നിവേശിപ്പിച്ചപ്പോൾ ഉണ്ടായതാണ്. അതിനെയാണ് സംഘാടനം എന്ന് പറയുക. ഇങ്ങനെ സവിശേഷമായ രീതിയിൽ സംഘടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഈ സാധനം എന്തായെന്നറിയോ? അതൊരു വ്യവസ്ഥയായി. അതിനു മുമ്പ് എന്തായിരുന്നു? ഈ സാധനങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു കൂട്ടമായിരുന്നു, വെറും ഒരു കൂട്ടമായിരുന്നു. ഇപ്പോ നമ്മളതിന് സവിശേഷമായി സന്നിവേശിപ്പിച്ചപ്പോൾ ഇതെന്തായി? അതൊരു വ്യവസ്ഥയായി. അപ്പോ വ്യവസ്ഥയാകുന്ന സമയത്ത് അതിന്റെ ഘടകങ്ങളുടെ എല്ലാം ആകത്തുകയേക്കാളും കൂടുതലായ എന്തോ പ്രത്യക്ഷമായി. അതാണ് ആ വ്യവസ്ഥയുടെ പ്രത്യേകത, സവിശേഷത. ചിലപ്പോൾ അതിന്റെ വിശുദ്ധി, ചിലപ്പോൾ അതിന്റെ കുറവ്, എന്തോ ആയിക്കോട്ടെ, അതങ്ങനെ ഒരു സംഭവം അഡീഷണൽ ഉണ്ടാവുന്നത്. എമർജിങ് പ്രോപ്പർട്ടി എന്നാണ് പറയുക. ഇപ്പൊ സൈക്കിളിന്റെ കാര്യമാണ് പറഞ്ഞത്, അത് യാന്ത്രിക സംഘാടനം എന്ന് പറയുന്നു. നിങ്ങൾ ഈ ഉരുളങ്കല്ല് കണ്ടിട്ടുണ്ടാവും. ഉരുളങ്കല്ല് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഉരുളങ്കല്ലുകൾ ഇങ്ങനെ എടുത്ത് വീട്ടിൽ വെക്കാം. അപ്പൊ നിങ്ങൾ PSP ചെയ്യുന്ന ആളുകൾ ഉണ്ടല്ലോ ഇതിനകത്ത്. നിങ്ങൾ പലരും ഉരുളങ്കല്ല് എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലോ അല്ലെ. ഈ ഉരുളങ്കല്ല് എന്ന് പറയുന്നത് പ്രകൃതി ഉണ്ടാക്കിയതാ അല്ലെ. നമ്മളാരും ഒന്നും ചെയ്തതല്ല, ആരും കൊത്തി ഉണ്ടാക്കിയതല്ല, പ്രകൃതി ഉണ്ടാക്കി. അതുകൊണ്ടാണ് നമ്മൾ PSPയിൽ നമ്മുടെ അൾത്താറിൽ ആ സാധനം വേണം എന്ന് പറയുന്നത്. ആ ഉരുളങ്കല്ല് പ്രകൃതി രൂപകൽപ്പന ചെയ്ത ഒരു സംഭവം. ഈ ഉരുളങ്കല്ലിൽ നിന്നും പൊടിഞ്ഞു പോയ അംശങ്ങളൊക്കെയാണ് പുഴയിൽ മണലായി കിടക്കുന്നത്. ഈ ഉരുളങ്കല്ലിനെ ആരാണ് ഉണ്ടാക്കിയത്? നമ്മുടെ പ്രസാദ് പറയുന്ന പോലെ, ഇവിടെ പ്രസാദ് ഈ ദൈവമില്ലെന്ന് ആരാണ് പറഞ്ഞത്? തേങ്ങയിൽ ആരാണ് വെള്ളം നിറച്ചത് എന്ന് ചോദിക്കും പുള്ളി. അതുപോലെ ആരാണ് ഉരുളങ്കല്ലിന് രൂപം നൽകിയത്? ഇവിടെ കൃത്യമായിട്ടൊരു ഒഴുക്ക് സംഭവിക്കുന്നു അല്ലെ. കൃത്യമായി ഒരു ഒഴുക്ക് സംഭവിക്കുന്നു. അതിന് ഗ്രാവിറ്റേഷൻ ഒരു കാരണമാണ്. വെള്ളത്തിന്റെ എന്താ പറയുക, ഫ്ലൂയിഡ് ഡൈനാമിക്സ് കാരണമാണ്. അപ്പൊ അതിന്റെ വഴിയിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ അത് സ്വാധീനിക്കുന്നുണ്ട്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ അവിടെ സംഭവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒഴുക്ക് സംഭവിക്കുന്നു. ഒഴുക്ക് സംഭവിക്കുമ്പോൾ അതിൽ കിടക്കുന്ന മറ്റേ സ്വതന്ത്രമായി കിടക്കുന്ന പാറകളെല്ലാം അവിടെ കിടന്ന് ഉരുളുന്നു. ആ പാറകൾ ഉരുണ്ട് മുൻപോട്ട് പോകുമ്പോൾ ആ പാറയുടെ കുറെ ഭാഗങ്ങൾ പൊടിയുന്നു. ഉയർന്നു നിൽക്കുന്നതെല്ലാം തന്നെ ഇങ്ങനെ പ്രൊട്രൂഡിങ് ആയിട്ടുള്ള ഇവയെല്ലാം തന്നെ പൊടിഞ്ഞു പോകുന്നു. ബാക്കി അതിനകത്തുള്ളതെല്ലാം കൂടെ ഷെയ്പ്പായിട്ട് വരുന്നു. ഇതാരാ സംഘടിപ്പിച്ചത്? നേരത്തെ ഒരു മെക്കാനിക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ റോബോട്ട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മറ്റൊരു യന്ത്രം ഉണ്ടായിരുന്നു. ഇതാരാ സംഘടിപ്പിച്ചത്? ഇത് പ്രകൃതിയുടെ പ്രേരണ കൊണ്ട്, പ്രകൃതിയുടെ മൊത്തം പശ്ചാത്തലത്തിന്റെ, മൊത്തം പരിസരത്തിന്റെ പ്രേരണ കൊണ്ട് സംഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനെ പ്രേരിത സംഘാടനം എന്ന് പറയുന്നത്. പ്രേരിത സംഘാടനം, ഇൻഡക്റ്റീവ് ഓർഗനൈസേഷൻ എന്ന് പറയും. അപ്പോ പ്രേരിത സംഘാടനം എന്നുള്ള രീതിയിൽ ഉണ്ടായത് രണ്ടാമത്തെ. ആദ്യത്തത് യാന്ത്രിക സംഘാടനം, രണ്ടാമത്തത് പ്രേരിത സംഘാടനം. നിങ്ങളെല്ലാരും കൂടെ ഒരു യാത്ര പോവാം. നമ്മളിപ്പോ നമ്മുടെ സഹവാസത്തിന് വന്നവരൊക്കെ കൂടെ നമ്മൾ നെല്ലിയാമ്പതിയിലേക്ക് ഒരു യാത്ര പോവാം. പോകുമ്പോൾ നെല്ലിയാമ്പതി വന്നിറങ്ങി, അപ്പൊ നിങ്ങൾ നെല്ലിയാമ്പതിയുടെ ചണ്ടം കെട്ടിട്ട് എല്ലാവരും റോഡിൽ കൂടെ അങ്ങ് ആർത്ത് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക. അപ്പോഴാണ് പുറകിൽ നിന്നും ഒരു ജീപ്പ് വളരെ ശക്തമായ ഹോൺ അടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പുറകോട്ട് വരുന്നു. പുറകോട്ടല്ല, നമ്മുടെ നേരെ വരുന്നു. ആ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുക? നിങ്ങൾ ഓരോരുത്തരും വഴിമാറും. അവിടെ യഥാർത്ഥത്തിൽ ആ വഴിയിലുണ്ടായിരുന്നത് എന്താണ്? ഓരോരുത്തരല്ല, ഒരു കൂട്ടമാണ് ഉണ്ടായിരുന്നത്. ആ കൂട്ടം എല്ലാവരും തമ്മിൽ ചിരിച്ച് ആർത്ത് ഉല്ലസിച്ച് സന്തോഷിച്ച് വർത്തമാനം പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് മുൻപോട്ട് പോവുകയാണ്. ആ പോകുന്നതിനിടയിലേക്ക് ഒരു ജീപ്പ് വരുമ്പോൾ നിങ്ങൾ അതിനെ വഴി കൊടുക്കുന്നു. ആരെങ്കിലും പറഞ്ഞിട്ടാണോ? ജീപ്പ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണോ? എല്ലാവർക്കും ബോധമുണ്ട്. എല്ലാ ബോധങ്ങളും കൂടെ ഒരുമിച്ച് ചേർത്ത് പ്രവർത്തിച്ചിട്ട് അങ്ങോട്ടേക്ക് മാറും. എന്നിട്ടോ ജീപ്പ് പോയി കഴിയുമ്പോൾ വീണ്ടും പഴയപടിയാവും അല്ലെ. അപ്പൊ അങ്ങോട്ട് പോയി ഇങ്ങോട്ടേക്ക് തിരിയുന്നു. ഈ സംഭവിച്ചത് എങ്ങനെയാണ്? ആരാണ് സംഘടിപ്പിച്ചത്? ചുറ്റുപാടിന്റെ പ്രേരണ കൊണ്ട് സംഭവിച്ചതാണോ അത്? ആ കൂട്ടം ഇങ്ങനെ പിരിഞ്ഞ് വീണ്ടും ചേർന്നത് ചുറ്റുപാടിന്റെ പ്രേരണ കൊണ്ട് സംഭവിച്ചതാണോ? യന്ത്രത്തിന്റെ പ്രേരണ കൊണ്ട് സംഭവിച്ചാണോ?
യന്ത്രം ആ വഴി പോയി, ഒരു കാറ് അല്ലെങ്കിൽ ഒരു ജീപ്പ് ആ വഴി പോയി, ശരിയാണ്. പക്ഷെ യന്ത്രത്തിന്റെ പ്രേരണ കൊണ്ട് സംഭവിച്ചാണ്. അതിലൊരു പാമ്പ് പോയാലും സംഭവിക്കില്ലേ? ഒരു മാൻകുട്ടി ഓടിപ്പോയാലും സംഭവിക്കില്ലേ? അപ്പോ ആരുടെ ബോധം കൊണ്ടാണ് സംഭവിച്ചത്? ആ കൂട്ടത്തിന്റെ ബോധം കൊണ്ടാണ്, കൂട്ടത്തിന്റെ സ്വയമേവയുള്ള പ്രവർത്തനം കൊണ്ട് സംഭവിച്ചാണ്. അപ്പൊ അതിന് നമുക്ക് എന്താ വിളിക്കാൻ കഴിയുക? സ്വയം സംഘാടനം, അല്ലെ? സ്വയമേവ സംഘടിച്ചതാണിത്, അല്ലെ? അപ്പൊ ആദ്യം പറഞ്ഞു യാന്ത്രിക സംഘാടനം എന്ന്, രണ്ടാമത് പറഞ്ഞു പ്രേരിത സംഘാടനം എന്ന്, മൂന്നാമത് പറയുന്നു സ്വയം സംഘാടനം. ഏതെങ്കിലും ഒരു വ്യവസ്ഥ അതിന്റെ പ്രവർത്തനങ്ങളെ സ്വയം സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് രൂപപരിണാമം ഉണ്ടാകാം, സ്ഥാനമാറ്റം ഉണ്ടാകാം, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. തന്റെ പ്രവർത്തനത്തെ സ്വയമേവ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സ്വയം സംഘാടനം എന്ന് പറയുക. ഈ സ്വയം സംഘാടകത്വം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ സാധാരണ രീതിയിൽ ജീവൻ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു വ്യവസ്ഥ അതിന്റെ ഘടകഭാഗങ്ങളിൽ അതിന്റെ ചുറ്റുപാടിൽ നിന്നും വേണ്ടുന്നതിനെ സ്വീകരിച്ച് അതിനൊരു ശരീരം സ്വയം ഉണ്ടാക്കി, ആ സ്വയം ഉണ്ടാക്കിയ ശരീരത്തിന് കേടുപാടുകൾ വന്നാൽ മാറ്റി, അതിന്റെ ചുറ്റുപാടും എന്തെങ്കിലും അനുചിതമായ സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ ഡിഫെൻഡ് ചെയ്ത്, ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് ഡിഫെൻഡ് ചെയ്ത് സ്വയം സംരക്ഷിച്ച് കുറച്ചു കഴിയുമ്പോഴോ ഇത് ജീവിച്ച് മതിയാവുമ്പോ എന്ത് ചെയ്യുന്ന വെച്ചാല് തന്റെ പതിപ്പുകൾ ഇതെവിടെ ദേവൽ ഉണ്ടാക്കിവിടും. എന്നെപ്പോലെ നീയും പ്രവർത്തിച്ചു പറഞ്ഞ് തന്റെ പതിപ്പുകൾ സ്വയം വംശീകരിച്ച് മുൻപോട്ട് പോകുന്നത്. അപ്പോ സ്വയം സംഘടിക്കുന്നു, സ്വയമേവ ഉണ്ടാകുന്നു. സ്വയം ഉണ്ടാവുന്ന വെച്ചാൽ അതിന് മുമ്പ് പുറകിലൊക്കെ ചില കാരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ പർപ്പസ് ഓഫ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് കുറച്ചുകൂടെ അപ്പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ അതിന്റെ സ്പിരിച്വൽ റൈമിലേക്ക് കയറേണ്ടി വരും. നമുക്ക് തൽക്കാലം ഇത് അവിടെ നിൽക്കട്ടെ. അപ്പോ നമ്മൾ ഈ സ്വയം സംഘാടനം എന്നുള്ള ആ പ്രക്രിയയിലൂടെ ശരീരത്തെ രൂപീകരിക്കുന്നു. ശരീരത്തെ രൂപീകരിച്ച് കഴിഞ്ഞാൽ അത് സ്വയം സംരക്ഷിക്കുന്നു, സ്വയം പരിചരിക്കുന്നു, സ്വയം വംശീകരിക്കുന്നു. അപ്പൊ ഈ 4 കാര്യങ്ങളൊന്നും നോക്കാം. സ്വയം സംഘാടനം നമുക്ക് മനസ്സിലായി, യന്ത്രങ്ങളെല്ലാം കൂടെ ചേർത്ത് യന്ത്രഭാഗങ്ങളെ ഒരുമിച്ച് ചേർക്കുന്ന പോലെ സംഘടിപ്പിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വയം സംരക്ഷിക്കുന്നു. ഇപ്പൊ ഒരു സൈക്കിളിന്റെ നേരെ ഒരു കാറ് വരികയാണ്, സൈക്കിള് എന്നാ പിന്നെ സ്വയം ബ്രേക്ക് പിടിച്ചേക്കാന്ന് പറയില്ല. നമ്മൾ ബ്രേക്ക് പിടിക്കണം, ഓടിക്കുന്നവൻ ബ്രേക്ക് പിടിക്കണം. നിങ്ങളുടെ നേരെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ബ്രേക്ക് പിടിക്കില്ലേ സ്വയം? മറ്റൊരു പ്രേരണ ആവശ്യമില്ല, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോ നിങ്ങൾക്ക് സ്വയം ബോധമുള്ളത് കൊണ്ട് നിങ്ങൾ സ്വയം സംരക്ഷിക്കും. നിങ്ങൾ ഏതെല്ലാം തരത്തിൽ നിങ്ങളുടെ ചുറ്റുപാടും വരുന്ന ഏതെല്ലാം കാര്യങ്ങളിൽ നിന്നും വന്നു കഴിഞ്ഞാലും ഞാൻ അത് സ്വയം ബ്രേക്ക് പിടിച്ചുകൊണ്ട് മ്യൂട്ടായി. അപ്പോ ഈ സ്വയം സംഘടിക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ് അവിടെ സംഭവിച്ചത്, ശരീരത്തെ രൂപീകരിച്ചത്. ഇനി സ്വയം സംരക്ഷിക്കുക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു, അത് മനസ്സിലായി. ഇനി സ്വയം പരിചരിക്കുക എന്നുള്ളത്, സൈക്കിൾ ഓടുന്ന സമയത്ത് സൈക്കിളിന്റെ ടയർ തേഞ്ഞു യന്ത്രം പോലെ അതിങ്ങനെ ഉരുട്ടിക്കൊണ്ടേ പോയിക്കൊണ്ടിരുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ആ ടയർ പൊട്ടു. ടയർ പൊട്ടിക്കിട്ട് പിന്നെ അതുകൊണ്ട് ഓടിക്കഴിഞ്ഞാൽ അതിന്റെ റിമ്മ് കേടുവരും. പിന്നെയും അതുകൊണ്ട് ഓടിച്ചുകൊണ്ട് പോയി കണ്ടു കഴിഞ്ഞാൽ അതിന്റെ കമ്പി കേടുവരും. പിന്നെയും ഓടിച്ചു കഴിഞ്ഞാൽ അത് അവിടെ കിടക്കും, വർക്ക് ചെയ്യൂല. കാരണം നമുക്ക് അത് നിർത്തി കേടുപാട് വന്നു കഴിഞ്ഞാൽ അത് നിർത്തി നന്നാക്കാൻ നമുക്ക് തോന്നണം. സൈക്കിൾ ഓടിക്കുന്നതിന് തോന്നണം, സൈക്കിളിന് തോന്നൂല. നിങ്ങൾക്ക് അങ്ങനെയല്ലോ. നിങ്ങൾക്ക് ഒരു കേട് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ കേടിനെ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് തോന്നും, അല്ലെ? നിങ്ങളുടെ ശരീരത്തിന് നിങ്ങളുടെ വീട്ടിലെ ഒരു സംഭവം, അല്ലെങ്കിൽ നിങ്ങളുടെ ഷർട്ട് ഒന്ന് കീറി, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു ഉപകരണം ചെറുതായിട്ട് കേട് വന്നു, മൊബൈലിന്റെ ചില്ല് പൊട്ടി, നമുക്ക് എന്താ തോന്നുക? ഉടനെ പോയിട്ട് അത് മാറ്റണം. ഞാൻ പറഞ്ഞേക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു എനിക്കെന്താ പട്ടുണ്ടോ? മൊബൈലിന്റെ ചില്ല് പൊട്ടി ആരാ പോയി മാറ്റാൻ പോണ്? ചിലരെ പോയി മാറ്റും. നമ്മളൊക്കെ മൊബൈലിന്റെ ചില്ല് മൊത്തം വര വീണ് കഴിഞ്ഞാല് മാറ്റുള്ളൂ, അല്ലെ? എന്തുകൊണ്ടാ? നിങ്ങളുടെ പുനഃസ്ഥാപനത്തെക്കുറിച്ചുള്ള സങ്കല്പം, നിങ്ങളുടെ കാര്യങ്ങളെ ക്ലിയർ ആക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള സങ്കല്പം, കാര്യങ്ങൾ സൗന്ദര്യാത്മകമായിരിക്കണം എന്നുള്ള സങ്കല്പം, അതിലെവിടെയോ കുഴപ്പമുണ്ട്.
അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് പുനഃസൃഷ്ടിക്കാൻ തോന്നാത്തത്. കേടുവന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ വീട്ടിന്റെ ഇപ്പൊ എന്റെ നമ്മുടെ കമ്മ്യൂണിൽ ഉണ്ടായിരുന്ന രണ്ടുപേർ തമ്മിൽ വിവാഹം കഴിച്ചു. അതിൽ ഒരാളെ വീട്ടിൽ പോയാൽ നമ്മൾ ആ വീട്ടിൽ ഇങ്ങനെ അതിനകത്തോട് നടക്കുന്നത് നമ്മളിങ്ങനെ ചാടി നടക്കുന്നത്, ഇടയിൽ എവിടെയെങ്കിലും ഒരു തുരുത്തു പോലെ എന്തെങ്കിലുമൊക്കെ ഒത്തിരി സ്ഥലം കാണും, ബാക്കി സ്ഥലത്ത് മുഴുവൻ ഓരോന്ന് നിരന്ന് കിടക്കുന്നുണ്ടാവും. തല പോയാൽ നമ്മുടെ ആശാട്ടി അത് വൃത്തിയാക്കിയിടൂല, ക്രമത്തിലാക്കിയിടൂല. ഈ ക്രമക്കേട് മനസ്സിന്റെ ഒരു പാറ്റേൺ ആണ്. ചരണ ശരീരത്തിൽ കാലിന്റെ അടിവശം വിണ്ടിരിക്കുന്നത് കാണാം, കാലിന്റെ തോല് വിണ്ടിരിക്കുന്നത് കാണാം. എന്തുകൊണ്ടാണ് അതങ്ങനെ ഉണ്ടാവുന്നത്? അത് ക്രമീകരിക്കാനുള്ള തോന്നൽ ശരീരത്തിന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാ ശരീരത്തിന് അങ്ങനെ തോന്നലില്ലാത്തത്? അതിലേക്ക് വരാം, പതുക്കെ അതിലേക്ക് വരാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒരു സംവിധാനത്തിന്, ഒരു വ്യവസ്ഥയ്ക്ക്, നേരത്തെ പറഞ്ഞ വ്യവസ്ഥ ഒരുമിച്ച് ചേർന്നപ്പോൾ അധികമായി ഉണ്ടായതാണ് വ്യവസ്ഥ. അങ്ങനെ ഒരു വ്യവസ്ഥയ്ക്ക് സ്വയം രൂപീകരിക്കാൻ കഴിയുന്നു, സ്വയം സംരക്ഷിക്കാൻ കഴിയുന്നു, സ്വയം പരിചരിക്കാൻ, ഒരു കേടുപാടുണ്ടെങ്കിൽ പരിചരിക്കാൻ കഴിയുന്നു. നിങ്ങളുടെ ശരീരത്തിൽ ഒരു മുറിവ് വന്നാൽ തിരുത്തുന്നത്, അങ്ങനെ പരിചരിക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ സ്വന്തം പതിപ്പുകളെ പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനെയാണ് നമ്മൾ ജീവൻ എന്ന് പറയാം. അപ്പോ ജീവന്റെ പ്രധാന സ്വഭാവം എന്ന് പറയുന്നത്, ജീവൻ ഒരു വ്യവസ്ഥയാണ്. വ്യവസ്ഥകളുടെ പൊതു സ്വഭാവം എന്ന് വെച്ചാൽ വ്യവസ്ഥ അത് നിൽക്കുന്ന പരിസരത്തിന്റെ ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കാൻ വേണ്ടി ഉണ്ടാകുന്നതാണ്. അത് ആ വശത്തേക്ക് നമ്മളിപ്പോ പോകുന്നില്ല, തൽക്കാലത്തേക്ക് അത് അവിടെ ഇരിക്കട്ടെ. ആ ധർമ്മം നിർവഹിക്കാനായിട്ട് ഉണ്ടാകുന്ന ഒരു വ്യവസ്ഥ, ഉണ്ടാക്കപ്പെടുന്ന ഒരു വ്യവസ്ഥയല്ല കേട്ടോ. നമ്മളൊരു സാധനം ഉണ്ടാക്കുന്ന സമയത്തും അതിനൊരു പർപ്പസ് ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഉണ്ടാകുന്ന ഒരു വ്യവസ്ഥയ്ക്ക് ഉറപ്പായിട്ട് ഒരു പർപ്പസ് ഉണ്ട്. ഉണ്ടാകുന്ന വ്യവസ്ഥ, സ്വയം ഉണ്ടാകുന്ന ഒരു വ്യവസ്ഥ അവിടെ ഒരു പർപ്പസോടുകൂടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പർപ്പസ് നടപ്പിലാക്കുക എന്നുള്ളതാണ്. അത് അതിനുവേണ്ടി ഉണ്ടായി അത് നടപ്പിലാക്കുക എന്നുള്ളതായിരിക്കും അത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പർപ്പസ് നടപ്പിലാക്കുക എന്നുള്ളത്. അപ്പോ ഒരു കത്രികയാണെങ്കിൽ ഇങ്ങനെ വെട്ടുക എന്നുള്ളതാണ്. എന്നെ കണ്ണാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രവർത്തിക്കുകയാണ്. പ്രവർത്തനം എന്നുള്ളത് എന്താ? നമ്മൾ പ്രവർത്തനം എന്നുള്ളത് ഒരു ചലനമാണ് അല്ലെ. പ്രവർത്തിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും തേയ്മാനങ്ങൾ ഉണ്ടാവും. ജീവനുള്ള വസ്തുക്കൾ പ്രവർത്തിക്കുമ്പോൾ അത് തേയ്മാനം ഉണ്ടാവുമല്ലോ. സൈക്കിളിന്റെ ടയർ തേഞ്ഞതുപോലെ ഇതിനും തേയ്മാനം ഉണ്ടാവും. സൈക്കിളിന്റെ ടയർ തേഞ്ഞു കഴിഞ്ഞാൽ ആ ടയർ മാറ്റണം എന്നുള്ളതിന്റെ ഉടമയ്ക്ക് തോന്നണം. ശരീരത്തിൽ തേയ്മാനം ഉണ്ടായാൽ അത് തിരുത്തണമെന്ന് അതിന്റെ ഉടമയ്ക്ക് തോന്നണം. ഉടമ ആരാ? ജീവൻ. ജീവന് തോന്നുമ്പോൾ അത് മാറ്റും, ശരിയാക്കും. ഞാൻ നമ്മുടെ ആ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, വീട്ടിൽ പോയാൽ ഭയങ്കര പ്രശ്നമാണെന്ന്. നമ്മുടെ വീട്ടിലാണെങ്കിലോ, നമ്മൾ അടിച്ചു കുറച്ചിടും. അപ്പോഴാണ് നമ്മുടെ കയ്യിൽ 4 കുസൃതി. നമ്മൾ ഒരു കൂട്ടുജീവിത കേന്ദ്രമാണല്ലോ, അപ്പൊ നമ്മുടെ ഇടയ്ക്ക് നമ്മളൊക്കെ കൂടാറുണ്ട്. അപ്പോഴാണ് ചൂച്ച, അല്ലെങ്കിൽ എന്താ പറയാ, പ്രപഞ്ച, പ്രജ്ഞ, ആര്യൻ, പൂജ, പിന്നെ ഇനാം, ഇതെല്ലാരും കൂടെ വരുന്നു. ഇവരൊക്കെ കൂടെ ചേർന്നിട്ട് കുറേ സർക്കസുകൾ കാണിക്കുകയാണ്. ഒരു വീട്ടിലേട്ടോ, ഈ ഗ്രാമത്തെ കാര്യമല്ല പറഞ്ഞ, ഒരു വീട്ടില് ഇങ്ങനെ ഇവരൊക്കെ കൂടെ ചേർന്നിട്ട് മൊത്തം അലമ്പ് കാണിക്കുക. അപ്പൊ ഇവര് അലമ്പ് കാണിച്ചു വരും, നമ്മൾ ഒരു വശത്തുനിന്ന് ഒതുക്കി വരും, രമ്യ ഒരിടത്തുനിന്ന് ഒതുക്കി വരും, ഇക്ബാൽ ഒരിടത്തുനിന്ന് ഒതുക്കി വരും, ഓരോരുത്തരും ഓരോ സ്ഥലത്ത് നിന്ന് ഒതുക്കി വരും. അങ്ങനെ സംഭവം ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുന്നു. ഇവര് നിരത്തിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുന്നു, ഇവര് നിരത്തിക്കൊണ്ടിരിക്കുന്നു, ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വീടിന് എപ്പോഴും ആ ഒരു അടുക്കും ചിട്ടയും മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റും. എല്ലാ ദിവസവും രാവിലെ അടിച്ചു പാരും, വൈകിട്ടും അടിച്ചു പാരും, ഇടയ്ക്ക് പിള്ളേരെ ഓരോന്ന് നിരത്തിയിടും, നമ്മൾ ഇടയ്ക്ക് പോയി അടുക്കി വെക്കും. അതിങ്ങനെ ക്രമത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് വീട്ടിലേക്ക് ഒരു അതിഥി വരുന്നത്. അവർക്ക് വേണ്ടി ചോറുണ്ടാക്കണം, കറി ഉണ്ടാക്കണം, അവരെ ഒരിടത്ത് കൊണ്ടുപോകണം. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മളിതൊക്കെ ചെയ്യും. ഈ പിള്ളേർ വെറുതെ ഇരിക്കുക, പിള്ളേർ ചെയ്യേണ്ട പണിയൊക്കെ അവിടെ ചെയ്യും, അവർ നിരത്തേണ്ട സാധനമൊക്കെ നിരത്തും. ഇതെല്ലാം ചുറ്റുപാടും ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മുടെ കയ്യിൽ നിന്ന് സംഭവം പോകും. കുറച്ച് കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് വീട് മുഴുവൻ അലമ്പായിട്ടുണ്ടാവും. നമ്മൾ തലേ കൈ കൊടുത്തിട്ട് അവിടെ ഇരിക്കുന്നു. നമ്മൾ എത്ര തവണ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്ന ക്ലീനിങ് പ്രോസസ് ഉണ്ടല്ലോ, ആ പ്രോസസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറെ പണി വന്നാൽ ഈ ക്ലീനിങ് നടക്കാതെ പോകും. അതെല്ലാം ഡംപ് ചെയ്ത് എടുത്താൽ പൊങ്ങാത്ത രൂപത്തിലേക്ക് ആയിത്തീരും. ഇത് തന്നെയല്ലേ ശരീരത്തിലും ഉണ്ടാവുന്നത്. ശരീരത്തിന് സ്വാഭാവികമായി ചെയ്യേണ്ട ഒരു പണിയാണ് ശരീരത്തിൽ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായി ഇപ്പൊ ഒരു ദിവസം രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നു,
നമുക്ക് അത്യാവശ്യം വേണ്ടത് നമ്മൾ കഴിക്കുന്നു. എന്നിട്ട് നമ്മൾ പതുക്കെ നമ്മുടെ പുറം ലോകത്തേക്ക് ഇറങ്ങുന്നു. നമ്മൾ കുറെ പണികളൊക്കെ കാണിക്കുന്നു. ഇതെല്ലാം കാണിക്കുമ്പോൾ ശരീരത്തിൽ തേയ്മാനം ഉണ്ടാകുന്നു. കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു. അപ്പൊ മനസ്സിൽ തേയ്മാനം ഉണ്ടാകുന്നു. കുറെ എന്താ പറയാ, നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കാൻ വേണ്ടിയുള്ള ബുദ്ധി ഉപയോഗിക്കുന്നു. അപ്പൊ നമ്മുടെ ജീവന് തേയ്മാനം ഉണ്ടാകുന്നു. ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുന്നു. ചിന്തയിൽ തീരുമാനം ഉണ്ടാകുന്നു. അതങ്ങനെയാണോ, ഇതിങ്ങനെയാണോ, നമ്മൾ പലതിനും അറിയുന്നു. അറിവിൽ തേയ്മാനം ഉണ്ടാകും. ഇങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടോ കുറെ കഴിയുമ്പോൾ തേഞ്ഞ് നമ്മളൊരു പരിപാടി ഉണ്ടാവും. അപ്പൊ ശരീരം പറയും എന്നൊരു കാര്യം ചെയ്യും, ഇനി റിപ്പയറിങ്ങിന്റെ സമയമായി. പക്ഷികളൊക്കെ വീട്ടിൽ പോണവല്ലേ, വീട്ടിൽ പൊക്കോ. അപ്പൊ നീ നിന്റെ ലോകത്തും പുറകോട്ടും ഇങ്ങനെ പിൻവലിഞ്ഞു. ലോകത്തും പിൻവലിഞ്ഞു കഴിയുമ്പോ പിന്നെ അടുത്ത സ്റ്റേജ് എന്താ? വീട്ടിൽ കയറി കഴിഞ്ഞാൽ ഭാര്യ, മക്കള്, അല്ലെങ്കിൽ മറ്റേ ആരൊക്കെയാണെന്ന് വെച്ചാൽ ബന്ധുക്കളോ ആരൊക്കെയാണ് വീട്ടിലുള്ള വെച്ചാൽ അവരുമായിട്ട് ഇടപെട്ടു. അത് കഴിഞ്ഞിട്ട് എന്നാ പിന്നെ ആ ഇടപാടും കഴിഞ്ഞിട്ട് നിങ്ങൾ പതുക്കെ നിങ്ങളുടെ ബെഡ്റൂമിൽ കയറി. അവിടെ ബെഡ്റൂമിൽ കയറി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നെയും നിങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ കർമ്മബന്ധങ്ങളെല്ലാം ഒഴിവാക്കി നമ്മൾ അതിനുശേഷം നമ്മളോട് അടുത്ത് കിടന്നു. മറ്റുള്ളവരുടെ സംസാരമൊക്കെ ഒഴിക്കാൻ നമ്മളെ ബെഡിന്റെ അവിടേക്ക് ചെന്നു. അവിടേക്ക് ചെന്നിട്ട് നമ്മുടെ ശരീരത്തിന്റെ അനക്കമൊക്കെ മാറ്റി, വെള്ളമൊക്കെ ഒതുക്കി വെച്ചു, സാധനങ്ങളെല്ലാം തട്ടിക്കുറച്ച് വെച്ചു, നമ്മുടെ ശരീരത്തിന്റെ ചലനം നിർത്തി. ശരീരത്തിന്റെ ചലനത്തിൽ ബെഡിൽ കയറി കിടന്നു. എന്നിട്ട് അവിടെ കിടക്കുമ്പോൾ ശരീരത്തിന്റെ ചലനം നിന്നുള്ളൂ, മനസ്സിന്റെ ചലനം ഒന്നുമില്ല. അന്ന് അവിടെ ആയിരുന്നു, ഇതിവിടെ ആയിരുന്നു, നാളെ അത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് ഇങ്ങനെ ആലോചിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഈ ആലോചന നിന്നു. പിന്നെ അന്ന് കടന്നുപോയ കുറച്ച് കാര്യങ്ങൾ തലയിൽ കൂടെ ഇങ്ങനെ കടന്നുപോയി, സ്വപ്നം. അത് കഴിഞ്ഞു. പിന്നെ വീണ്ടും ഒന്നുമല്ലാതെ അവിടെ കിടന്നു. പിറ്റേ ദിവസം രാവിലെ വീണ്ടും എഴുന്നേറ്റു. നമ്മള് കുറച്ച് ഓർമ്മകളിലേക്ക് വന്നു. എഴുന്നേക്കണമല്ലോ, എന്നാ പിന്നെ എഴുന്നേക്കാം. അയ്യോ എന്നാ അത് ചെയ്യാണ്ടല്ലോ. പിന്നെ എഴുന്നേറ്റ് പിന്നെ നമ്മൾ ആക്റ്റീവായി ബാത്റൂമിൽ കയറി, പിന്നെ പൂമുഖത്തേക്ക് ഇറങ്ങി, മുറ്റത്തേക്ക് ഇറങ്ങി, ഗേറ്റ് തുറന്നു, ബസ് സ്റ്റോപ്പിൽ കയറി, നമ്മൾ വേറൊരു വഴിക്ക് പോയി. പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ടർബുലന്റ് ആയി. അപ്പൊ നമ്മൾ ആ ഒരു ദിവസത്തെ ചക്രം കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും അവസാനം ആ കിടന്നുറങ്ങിയ ആ ഒരു അവസ്ഥയിൽ നമുക്ക് എന്താണ് സംഭവിച്ചത്? അതിനു മുമ്പൊക്കെ നമ്മൾ കടന്നു വരുമായിരുന്നു. ആ അവസ്ഥയിൽ നമുക്ക് എന്താ സംഭവിച്ചത്? ആ ഉറങ്ങിക്കിടന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ കേടുപാടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, അതിനെ മുഴുവൻ ശരീരം പുനഃസ്ഥാപിച്ചു. മനസ്സിലുണ്ടായിരുന്നതിനെ പുനഃസ്ഥാപിച്ചു, അറിവിലുണ്ടായിരുന്നതിനെ പുനഃസ്ഥാപിച്ചു. അങ്ങനെ പുനഃസ്ഥാപിച്ച് അതിനെ അതിന്റെ സ്വാഭാവികമായ അവസ്ഥയിലേക്ക് വീണ്ടും കൊണ്ടെത്തിച്ചു. എന്തുകൊണ്ടാ? നിങ്ങൾ പണിയൊക്കെ നിർത്തി വീട്ടിൽ കയറി ബെഡിൽ കയറി കിടന്നും വേറെ ഒന്നും ചെയ്യാതെ കിടന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പോഴും പണിതുകൊണ്ടിരിക്കുകയാണെങ്കിലോ ഇത് നടക്കില്ല. സുഖമായിട്ട് വീണ്ടും പ്രവർത്തിച്ചു കൊണ്ടിരിക്കേണ്ടി വരും. ആ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് നിങ്ങൾക്ക് വിശ്രമം കിട്ടില്ല, കേടുപാടുകൾ നിൽക്കാൻ പറ്റില്ല. ഇതുപോലെയാ, വീട്ടിൽ ബന്ധുക്കൾ വന്നു കയറിയാൽ നമ്മൾ അവർക്ക് വേണ്ടി ചോറും കറിയും വെച്ചു കൊടുത്തും അവരെ ട്യൂറിന് കൊണ്ടുപോയിട്ടും നമ്മൾ മെനക്കെടുന്ന സമയത്ത് പിള്ളേര് നിരത്തുന്ന സാധനത്തെ നമുക്ക് നന്നാക്കാൻ പറ്റില്ല, അതിനെ കഴിയില്ല. അതുപോലെ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ നിരന്തരം ആക്ടിവിറ്റീസ് കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അതിനെ ശുചീകരിക്കാൻ കഴിയില്ല. നിങ്ങൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് പ്രവർത്തനങ്ങൾ ചെയ്തു എന്നിരിക്കട്ടെ. ആ കുറച്ച് പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ശരീരം പറയും ഓവർഡോസായി, ശരീരത്തിന് ഇന്ന് അനുവദിക്കാവുന്ന പ്രവർത്തനത്തിലും കൂടുതലായി, നിങ്ങളുടെ മസിൽ നിന്നും കൂടുതൽ ഊർജ്ജം ചെലവായി കഴിഞ്ഞു, നിങ്ങളുടെ ശ്വാസത്തിൽ നിന്നും നിങ്ങളുടെ പ്രാണനിൽ നിന്നും ഒരുപാട് വെളിയിലേക്ക് എടുത്തു കഴിഞ്ഞു. അപ്പൊ ഇനി തൽക്കാലം നിർത്ത്, ഉള്ളിൽ റിപ്പയറിംഗ് നടക്കട്ടെ. ഈ ആശാരിമാര് ഈ മറ്റേ ടേണിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുന്ന സമയത്ത് ഇപ്പൊ പുതിയ മെഷീനിലൊക്കെ ഈ പൊടികൾ സക്ക് ചെയ്തെടുക്കാനുള്ള സംവിധാനം വരുന്നുണ്ട്. അല്ലെങ്കിലോ പഴയതൊക്കെ ആണെങ്കിൽ അവർ 4-5 പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം അതൊന്ന് മാറ്റി വെച്ചിട്ട് ആ ഒഴിച്ചലിൽ നിന്നും തെളിഞ്ഞ് വെളിയിലേക്ക് വരുന്ന സാധനത്തെ എടുത്ത് മാറ്റിക്കളഞ്ഞിട്ട് വീണ്ടും ഒഴിയാൻ നിൽക്കും. അപ്പൊ ഈ ഒഴിച്ചലിന്റെ ഇടയിൽ ഇത് മാറ്റിയെടുക്കുക എന്നുള്ളത് ഒരു സ്വാഭാവിക പ്രവർത്തനമാണ്. ഈ പ്രവർത്തനം നടത്തിയ ഒരു ശരീരത്തിൽ പുനഃസ്ഥാപനം നടക്കും. കോശങ്ങളെല്ലാം പഴയ രീതിയിലേക്ക് ആക്കി വെക്കാൻ പറ്റും. വീട്ടിലെ സാധനങ്ങളെല്ലാം മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ക്രമീകരിക്കുന്നത് പോലെ നമുക്ക് വീണ്ടും കാര്യങ്ങളെല്ലാം പുനഃക്രമീകരിക്കാൻ കഴിയും. വിശ്രമം കൊടുത്തിട്ടില്ലെങ്കിൽ അത് കഴിയില്ല, കൂടുതൽ സങ്കീർണമാവും. അപ്പോ ഈ പുനഃസ്ഥാപനം വേണം എന്ന് ശരീരത്തിനെ അറിയിക്കാനുള്ള ഒരു പ്രോസസ് ഉണ്ട്. ആ സമയത്ത് വെച്ചാൽ നമുക്ക് താല്പര്യം കുറയും, പ്രവൃത്തി ചെയ്യാനുള്ള ശേഷി കുറയും, പ്രവൃത്തി ചെയ്യാനുള്ള താല്പര്യം കുറയും. നമുക്ക് ശേഷി കുറയുന്നതായിട്ട് തോന്നുമ്പോൾ നമുക്ക് ഇരിക്കണം എന്ന് തോന്നും. അപ്പോ നമുക്ക് ഒരുപാട് തിന്നാനൊന്നും തോന്നില്ല. ആ സമയത്ത് തിന്നലൊക്കെ നമ്മുടെ ശീലത്തിന്റെ ഭാഗമാണ്. തിന്നാനല്ല തോന്നും. ചിലപ്പോൾ അല്പം വെള്ളം കുടിക്കാൻ തോന്നും, ചിലപ്പോൾ ഒന്നും മയക്കാൻ തോന്നും, ഒരു അല്പം കിടക്കട്ടെ. പച്ചയ്ക്ക് അതിനെ ക്ഷീണം എന്നാ പറയാ. ക്ഷീണം വരുമ്പോ ഇവിടെ പലർക്കും പേടിയാണ്, ക്ഷീണം വന്നാൽ ചത്തു പോകുന്നു. അല്ല,
നിങ്ങളുടെ വീട്ടിന്റെ വെളിയിൽ ഒരു വലിയ കിണറുണ്ട്, കിണറ്റിൽ ഒരു മോട്ടോറുണ്ട് എന്നിരിക്കട്ടെ. ഈ മോട്ടോർ നല്ല പവർഫുൾ മോട്ടോറാണെങ്കിൽ മോട്ടോർ ഒന്ന് ഓൺ ചെയ്താലുണ്ടല്ലോ വീട്ടിലെ എല്ലാ ലൈറ്റുകളും ഒന്ന് മങ്ങിയിട്ട് പിന്നും തെളിയും. കാരണം മറ്റേത് ആ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു 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 കുറച്ചു അധിക ഊർജ്ജം ആവശ്യമാണ്. അതിനുവേണ്ടി ഇപ്പൊ തെളിഞ്ഞു നിൽക്കുന്ന ലൈറ്റുകളിൽ നിന്ന് ഊർജ്ജത്തെ വലിച്ചിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. അതുപോലെ നിങ്ങളുടെ അകത്ത് ഒരു റിപ്പയറിംഗ് പ്രോസസ് ആവശ്യമായിട്ടുള്ളപ്പോ പുറത്തു നിന്നുള്ള ഊർജ്ജത്തെ ഒന്ന് പുറകോട്ട് വലിക്കും. അതിനെയാണ് നമ്മൾ ക്ഷീണം എന്ന് പറയുക. ക്ഷീണം വന്നു കഴിഞ്ഞാൽ അതിന് അർത്ഥം ഇതാണ്, അകത്ത് റിപ്പയറിംഗ് പ്രോസസ് നടക്കുന്നു എന്ന്. ശരീരത്തിന്റെ ശുചീകരണ പ്രവർത്തനം, പുനഃസ്ഥാപന പ്രവർത്തനം. പുനഃസ്ഥാപനം എന്ന് വെച്ചാൽ എന്താ? ഒരു കേടുപാടുണ്ടെങ്കിൽ അതിന് റിപ്പയർ ചെയ്യുന്ന ഒരവസ്ഥ. ആർക്കാണ് റിപ്പയർ ചെയ്യാൻ തോന്നുക? മര്യാദയ്ക്ക് ആരോഗ്യമുള്ളവനെ റിപ്പയർ ചെയ്യാൻ തോന്നുള്ളൂ, അല്ലെ? നല്ല ശാരീരിക മാനസികമായിട്ടുള്ള ആരോഗ്യമുള്ളവർക്കല്ലേ മൊബൈൽ ഫോൺ കേടുവന്ന് റിപ്പയർ ചെയ്യാൻ തോന്നുക? മൊബൈൽ ഫോണിൽ പൊട്ടലുള്ള എത്ര പേരുണ്ട് ഇവിടെ? എന്തുകൊണ്ടാണ് നിങ്ങൾ റിപ്പയർ ചെയ്യാത്തത്? നിങ്ങളുടെ മനസ്സിന്റെ ഏതോ ഭാഗം ക്രാക്കായി നിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. നിങ്ങൾ എനർജറ്റിക് ആണെങ്കിൽ നിങ്ങളുടെ ഏത് സാധനത്തെയും നിങ്ങൾ കേടു വരുന്ന സമയത്ത് തന്നെ ഇത് റിപ്പയർ ചെയ്യാൻ ശ്രമിക്കില്ലേ? അല്ലെങ്കിലോ എന്റെ സ്വഭാവമാണ് എന്തെങ്കിലും കേടു വന്നിട്ടുണ്ടെങ്കിൽ അപ്പം റിപ്പയർ ചെയ്യണം എന്നുള്ളത്. പക്ഷെ എനിക്ക് ഒരു കാര്യമല്ല, ഞാൻ ഏതാണ്ട് ഒരു 30-40 പേരുടെ കാര്യങ്ങൾ ഒരുമിച്ച് 30-40 പേർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഒരുമിച്ച് ഒരു കമ്മ്യൂണിൽ ചെയ്ത് ഹാൻഡിൽ ചെയ്യലാണല്ലോ എന്റെ രീതി, എന്റെ ജോലി, അല്ലെങ്കിൽ ഞാൻ ചെയ്ത ധർമ്മം അത്തരത്തിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല. അപ്പൊ പലതും അവിടെ സ്റ്റക്കാവും. അധികമായി ജോലി വന്നാലും പ്രശ്നമാണ്, അധികമായിട്ടുള്ള ശ്രദ്ധ കുറഞ്ഞാലും പ്രശ്നമാണ്. എന്താണെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ നേരാമണ്ണം ചെയ്യാൻ കഴിയാതെ വരും. അപ്പൊ ക്ഷീണം എന്ന് പറയുന്ന കാര്യം ഇതാണ്. വെളിയിൽ നമ്മൾ കുറെ പ്രവർത്തനങ്ങൾ ചെയ്തു കഴിയുമ്പോൾ അതിന്റെ തേയ്മാനമോ കേടുപാടോ ശരീരത്തിനകത്ത് ഉണ്ടാവുകയാണെങ്കിൽ വെളിയിൽ നിന്നും ഊർജ്ജത്തെ പിൻവലിച്ചിട്ട് അകത്തുള്ള റിപ്പയറിംഗ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുകയും ഈ ജീവ സംവിധാനത്തോട് പറയുകയാണ്, നീ ഇനി കുറച്ചു നേരത്തെ പ്രവർത്തിക്കേണ്ട, ആ പ്രവൃത്തി നിർത്തിവെച്ചിട്ട് അകത്തെ കേടുപാടുകൾ മാറ്റിക്കോട്ടെ എന്ന്. ഇത് എല്ലാ ദിവസവും നിരന്തരം ചെയ്യുന്ന പ്രക്രിയയാണ് ഉറക്കം എന്ന് പറയുന്നത്. ഉറക്കത്തിലൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തെ പുനഃസ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഉറങ്ങാതെ ഒരു 4 ദിവസം പോയി നോക്കൂ, പതുക്കെ ഓരോ അസുഖങ്ങൾ വരാൻ തുടങ്ങും. ഒരു മാസം അങ്ങ് പോയി നോക്കൂ, ഉറപ്പാണ്, അസുഖം ഉറപ്പാണ്. ചിലപ്പോ വട്ടാവും ചെയ്യും. ഞാൻ ആദ്യം പറഞ്ഞ ആ വട്ടുണ്ടല്ലോ, അതല്ല ആ വട്ടം, അത് വേറൊരു വട്ടായി തീരും. അപ്പോ നമുക്ക് ഉറക്കം എന്നുള്ള പ്രക്രിയ ഉണ്ടാകുന്നത് ഈ ശരീരത്തിന്റെ റിപ്പയറിംഗ് പ്രോസസ്സിന് വേണ്ടിയാണെങ്കിൽ, അത് എല്ലാ ദിവസവും സംഭവിക്കുന്നതാണെങ്കിൽ നമ്മൾ അധികമായിട്ടുള്ള പ്രവർത്തനം ചെയ്യേണ്ടി വരുമ്പോൾ ആ പ്രവർത്തനത്തിനാൽ ഉണ്ടാകുന്ന ശാരീരിക ആഘാതത്തെ തിരുത്താനായിട്ട് ശരീരം സൃഷ്ടിക്കുന്ന ക്രിയാത്മക കർമ്മത്തെയാണ് ക്ഷീണം എന്ന് പറയുക. അകത്ത് ഒരു റിപ്പയറിംഗ് പ്രോസസ് നടക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ക്ഷീണം. ആ സമയത്ത് നമ്മൾ വെളിയിലുള്ള പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച് നമ്മൾ ഒരിടത്ത് ഇരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു സൂചനയാണ്. ആ സൂചന തരുന്ന സമയത്ത് നമ്മൾ വിശ്രമിച്ചാൽ മതി, ഇത് പുനഃസ്ഥാപിക്കപ്പെടും. അതിന് കുറച്ചുകൂടെ അപ്പുറത്തൊരു അവസ്ഥയുണ്ട്. കുറച്ചുകൂടെ അപ്പുറത്തുള്ളൊരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വിശ്രമിക്കാൻ ഇരിക്കുന്ന സമയത്ത് മലയാളി ചെയ്യുന്ന വേറൊരു പരിപാടിയുണ്ട്. വേറെ പണിയൊന്നും ഇല്ലാതിരിക്കില്ലേ, എന്നാ പിന്നെ 2 പൊറോട്ട തന്നേക്കാന്ന് വിചാരിക്കും. നമ്മൾ ആ സമയത്ത് തീറ്റി കൂട്ടും. വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ കിട്ടാവുന്ന സാധനങ്ങളെല്ലാം ഉണ്ടാക്കിത്തള്ളും, അത് മുഴുവൻ തിന്നു കൂട്ടും. നമ്മൾ ഈ ഓണം കഴിഞ്ഞിട്ടെങ്കിൽ ആശുപത്രി തിരക്ക് കൂട്ടും, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓണം എന്ന് പറയുന്നത് നമ്മുടെ മലയാളിയുടെ ആഘോഷമാണ്. നമ്മൾ വളരെ ഏറ്റവും സമുചിതമായി ആചരിക്കേണ്ട ഒരു കാര്യമാണെന്ന് പറഞ്ഞിട്ട് ലോകത്തുള്ള സർവ്വ വിഭവങ്ങളും കൂടെ ഒരു ഇരയിലങ്ങ് വിളമ്പും. ഇതൊക്കെ കൂടെ തിന്നും. ആ ദിവസം അവിടുത്തെ സദ്യ, ഈ ദിവസം ഇവിടുത്തെ സദ്യ, ഈ ദിവസം ഭാര്യ വീട്ടിൽ സദ്യ 4 ദിവസം 5 ദിവസം 6 ദിവസം. പിന്നെ ഓണത്തിന് മുമ്പ് സ്മോള്, ഓണം കഴിഞ്ഞിട്ട് ലാർജ്. മൊത്തം കേരളത്തിൽ ആ ദിവസമാണ് അത്ര ബീവറേജിന്റെ കച്ചവടം കൂടുന്നത്. ഇതെല്ലാം കൂടെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അസുഖം കൂടി. കേരളത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക ധൂർത്താണ് ഓണം എന്ന് പറയുന്നത്, അല്ലെ? ആ സാംസ്കാരിക ധൂർത്തിന്റെ സമയങ്ങളിൽ നമ്മൾ ഒന്ന് ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കി നോക്കും, ശരീരം എത്രയോ ക്രമിതമായ ഒരു അവസ്ഥയിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും.
അപ്പോ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ പോയേക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ക്ഷമിക്കുക, അടുത്തൊരു ദിവസം നമുക്ക് ഇതിന്റെ തുടർച്ച നമുക്ക് സംസാരിക്കാം. ഞാനിപ്പോ തുറന്ന് സംസാരിക്കാം, എങ്ങാനും കട്ടായാൽ, കാരണം ഇവിടെ പവർ സപ്ലൈക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് അതിങ്ങനെ കട്ടായി കഴിഞ്ഞാൽ ഒന്ന് ക്ഷമിക്കുക. നമുക്ക് അടുത്തൊരു ദിവസം ഇതിന്റെ ബാക്കി തുടരാം. കട്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. കട്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യണം. മൊബൈലിലൂടെ അപ്പോഴും ലൈറ്റ് ഒരു വിഷയം തന്നെയാണ്. എന്നാലും നമുക്ക് വീഡിയോ ഓഫ് ചെയ്തിട്ട് കാണാം, വിഷയം കണ്ടിന്യൂ ചെയ്യാം, നോക്കാം നമുക്ക്. ഓക്കെ. അപ്പോൾ ക്ഷീണം എന്ന് പറയുന്നത് എന്താണ്? ഈ നമ്മുടെ ശരീരത്തിന് വന്നു ചേരുന്ന ആ അധിക പ്രവർത്തനത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ശരീരം ചെയ്യുന്ന ഒരു താൽക്കാലിക സാഹചര്യമാണ്. ആ സാഹചര്യം കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരീരത്തിനകത്ത് റിപ്പയറിംഗ് പ്രോസസ് നടക്കുന്നു. ശരീരം കൂടുതൽ ക്രിയാത്മകമാകുന്നു. വെറും പ്രവർത്തിച്ചു പോവുക, പ്രവർത്തനം ചെയ്ത് ശരീരത്തെ ജ്വലിപ്പിച്ച് കളയുക എന്നുള്ളതിന് പകരം ശരീരത്തെ പുനഃസ്ഥാപിക്കാനായിട്ടുള്ള ഇന്റേണൽ ആക്ടിവിറ്റി നടക്കുന്നു എന്നുള്ളതാണ് ക്ഷീണം വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്ഷീണം എന്ന് കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, വിശ്രമിക്കുക. വിശ്രമിച്ചാൽ ശരീരം പ്രവർത്തനങ്ങൾ, നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, നമ്മൾ വിളക്ക് അല്ലെങ്കിൽ അടുപ്പിന്റെ തിരി കെടുത്തുന്ന കാര്യം, ആ അടുപ്പിന്റെ തിരി കെടുത്തുന്നത് പോലെ നമ്മൾ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുക, എന്നിട്ട് ഒരിടത്ത് ശാന്തമായിരിക്കുക. ശരീരത്തിലേക്ക് ഊർജം നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? ഭക്ഷണത്തിൽ നിന്നാണെന്ന് പലരും പറയുമായിരിക്കും. എനിക്കെന്തായാലും അതിൽ അങ്ങനെ ഒരു വിശ്വാസമല്ല ഉള്ളത്. കാരണം ഞാൻ മറ്റൊരു രീതിയിലെ ഊർജത്തെ സ്വീകരിക്കുന്ന ഒരാളാണ്. അപ്പോ സ്വാഭാവികമായിട്ടും അത് നിങ്ങളിലും അങ്ങനെ തന്നെയായിരിക്കും. പിന്നെ നിങ്ങൾക്ക് പാഠപുസ്തകത്തിൽ നിന്നും പഠിച്ചുണ്ടാക്കിയ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഉണ്ടല്ലോ, അതിന്റെ ഭാഗമായിട്ട് ഭക്ഷണത്തിൽ നിന്നും ഊർജം കിട്ടുന്നു എന്ന് വിശ്വസിക്കാം. നിങ്ങൾക്ക് നല്ലപോലെ ഊർജ്ജം വേണമെങ്കിൽ സൂര്യപ്രകാശത്തിൽ അയണീകരിക്കപ്പെട്ടിട്ടുള്ള ഓക്സിജൻ നല്ലപോലെ ശ്വസിക്കൂ. അപ്പൊ ശരീരത്തിന് അത് ഊർജ്ജം ആവശ്യത്തിന് കിട്ടും. ഈ ഓക്സിജൻ ശരീരത്തിന് കൃത്യമായിട്ട് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശ്വസനം ക്ലിയർ ആയിരിക്കണം, മറ്റു വഴിക്ക് ഊർജ്ജം ചെലവാക്കുന്നത് കുറവായിരിക്കണം. നമ്മൾ ഏറ്റവും കൂടുതൽ ഊർജ്ജം ചെലവാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഊർജ്ജം ചെലവാക്കുന്നത് തിന്നുന്നത് ദഹിക്കാൻ വേണ്ടിയിട്ടാണ്. ശരീരത്തിന്റെ ഊർജ്ജം ഏറ്റവും കൂടുതൽ ചെലവാക്കുന്നത് നമ്മൾ തിന്നുന്ന കാര്യങ്ങളെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ദഹിപ്പിക്കാനായിട്ട് നമ്മൾ ഊർജ്ജം ചെലവാക്കുന്ന സമയത്ത് നിങ്ങൾ എത്ര ശ്വസിച്ചിട്ടും കാര്യമില്ല, നമുക്ക് വിശ്രമം ഉണ്ടാവില്ല. വീട്ടിൽ വിരുന്നുകാര് നിരന്തരം വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങൾ അവതാളമാവുകയെ. അതേപോലെ ദഹനേന്ദ്രിയ വ്യൂഹത്തിലേക്ക് നിരന്തരം വിരുന്നുകാര് പോയിക്കൊണ്ടിരുന്നാൽ അവിടുത്തെ പണികൾ താറുമാറാവും, വൃത്തിയാകേണ്ടതൊന്നും വൃത്തിയാവൂല. അപ്പോ ശരീരത്തിന്റെ മെറ്റാബോളിക് ആക്ടിവിറ്റി താറുമാറാവും. ആ സമയത്ത് സ്വാഭാവികമായിട്ടും പ്രശ്നം ഉണ്ടാവും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ? അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു, ക്ഷീണം വന്നു കഴിഞ്ഞാൽ വിശ്രമിക്കുക. അത് കഴിഞ്ഞാൽ ആവർത്തിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ഉറക്കം എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം, നമ്മൾ പൂർണ്ണമായിട്ടും ഭക്ഷണത്തെ ഒഴിവാക്കുക. ഏത് സമയത്ത്? ജീവിതകാലം മുഴുവൻ ഒഴിവാക്കാനല്ല ഞാൻ പറയുന്നത് കേട്ടോ. ജീവിതകാലം മുഴുവൻ നമുക്ക് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും ഒന്നും സംഭവിക്കുകയൊന്നുമില്ല. പക്ഷെ അത് തൽക്കാലം ആരും പരീക്ഷിക്കേണ്ട. പകരം നിങ്ങൾക്ക് ശരീരത്തിന് അസ്വാസ്ഥ്യം കൂടുന്ന സമയത്ത് ഈ വിളക്കിലെ അടുപ്പിലെ ആ വിറക് പുറകോട്ട് വലിക്കുന്നത് പോലെ തീറ്റി കൊടുക്കുന്ന അങ്ങ് ഒഴിവാക്കുക, നിർത്തിവെച്ചാൽ മതി. ഇവിടെ ശരീരം പുനഃസ്ഥാപനത്തിലേക്ക് പോയി ശരീരത്തിന്റെ സ്വാഭാവികമായ പ്രവർത്തനത്തിലേക്ക് ചെന്നു ചേരും. കാരണം ശരീരം ജീവനുള്ളതാണ്, അത് സ്വയം സ്വയം സംഘടിക്കപ്പെട്ടതാണ്, സ്വയം പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ സ്വയം പരിചരിക്കാൻ അതിനറിയാം. എവിടെയാണ് കേടുപാടുകൾ എന്നുള്ളത് അറിഞ്ഞ് പരിചരിക്കാൻ അതിനറിയാം. ആ പരിചരണം അവിടെ സംഭവിച്ചുകൊള്ളു. ഈ പരിചരണം നടക്കണമെങ്കിൽ നമ്മൾ അതിന് വിശ്രമം കൊടുക്കണം. വിശ്രമം കൊടുക്കണമെങ്കിൽ ദഹനേന്ദ്രിയ വ്യൂഹത്തിന് ഭക്ഷണം കൊടുക്കുന്നത് നിർത്തിയാൽ മതി. ഇതിനെപ്പോലെ ആ ഭക്ഷണം കൊടുക്കാതിരിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കും, ഭക്ഷണം കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ ചത്തുപോയാൽ. നമുക്ക് ഈ മറ്റേ പൊറോട്ടയും ബീഫും കൂടെ കഴിക്കുന്ന സമയത്തുള്ള ആ പ്രത്യേക രുചി, ഞാൻ പറയുമ്പോ തന്നെ പലരുടെ വായിലൊക്കെ പോലെ ഒടിക്കാനുള്ള വെള്ളം വരുന്നുണ്ടാവും. ഈ രുചി കിട്ടാതെ പോയാൽ എന്ത് ചെയ്യും? ഇപ്പൊ ഇന്ന് ഭക്ഷണം കഴിച്ചില്ല, നാളെയെങ്കിലും പോയിട്ട് മറ്റേടത്തും അത് വാങ്ങിച്ച് കഴിക്കണം. നമ്മളിങ്ങനെ ആലോചിക്കും. ഈ ആലോചന കൊണ്ട് തന്നെ ഉപവസിച്ചാൽ പോലും ചിലപ്പോൾ മെച്ചമുണ്ടാവില്ല. നമ്മൾ വായിലേക്ക് സാധനം ഇടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ചിന്തിച്ചു കൂട്ടിയിട്ട് അതേ രുചി പിന്നെയും നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴോ ചിന്ത വഴി ഉണ്ടാകുന്ന നഷ്ടം. ചിന്ത വഴി നഷ്ടം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചിന്തയ്ക്ക് ഇങ്ങനെ നിരന്തരം പണി കൊണ്ട് കൊടുത്തുകൊണ്ടേയിരിക്കും. ചിന്ത എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ശരീരത്തിന്റെ ധർമ്മങ്ങൾ ഏത് തരത്തിൽ ചെയ്യണമെന്നുള്ളതിന്റെ ആസൂത്രണ പ്രക്രിയയാണ് മനസ്സ്
ആ ആസൂത്രണം ചെയ്യുന്ന പ്രോസസ്സിന്റെ പേരാണ് ചിന്ത. ആ ചിന്ത എന്നുള്ള പ്രക്രിയയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇതിൽ അങ്ങോട്ട് പോകണോ അതോ ഇങ്ങോട്ട് പോകണോ, നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തന ദിശയെ, ശരീരകോശങ്ങളുടെ ശരീരകലകളുടെ പ്രവർത്തന ദിശയെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിക്കൊണ്ടേയിരിക്കുകയാണ് ചിന്ത ചെയ്യുന്നത്. ആ സമയത്തെല്ലാം ഊർജ്ജനഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ശരീരം കായികമായി എടുക്കുന്ന പ്രവർത്തനം, ഇഷ്ടിക ഉയർത്താനോ താഴ്ത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാനോ എടുക്കുന്ന ഊർജം പോലെ തന്നെ മറ്റൊരു ഊർജ്ജമാണ് ദഹിക്കാനുള്ള ഊർജ്ജം, ആ ഭക്ഷണം ദഹിപ്പിക്കാനുള്ള ഊർജ്ജം. ആ ഊർജ്ജം പോലെ തന്നെ മറ്റൊരു ഊർജ്ജമാണ് ചിന്തിക്കാനുള്ള ഊർജ്ജം. ചിന്തിക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ഒരു കാര്യം കാണുന്നു, എനിക്കതിന് ഇഷ്ടമാണെങ്കിൽ ഞാൻ അതിനോട് അങ്ങനെ ആയിരുന്നു, ഇഷ്ടമല്ലെങ്കിൽ അതിൽ നിന്ന് റെസിസ്റ്റ് ചെയ്യുന്നു. ഈ അങ്ങോട്ട് ആഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും, അങ്ങോട്ട് തിരിയാനും ഇങ്ങോട്ട് തിരിയാനും തോന്നിയാലും ആ തോന്നൽ എന്നുള്ളൊരു അവസ്ഥ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. ആ തോന്നൽ എന്നുള്ളത് ഊർജ്ജപ്രവാഹം തന്നെയാണ്. ഈ ഊർജ്ജപ്രവാഹം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഊർജ്ജനഷ്ടം തന്നെയാണ് ഉണ്ടാവുന്നത്. അപ്പൊ ചിന്തയും നിൽക്കണം. ഈ ഭക്ഷണം കൊണ്ടുണ്ടാകുന്ന പ്രശ്നം മാറ്റാൻ ഉപസിച്ചാൽ മതി എന്ന് പറഞ്ഞു. ചിന്ത കൊണ്ടുണ്ടാവുന്നതോ? ഈ ഊർജ്ജനഷ്ടം ഒഴിവാക്കണമെങ്കിൽ നമ്മൾ നിശ്ചിന്തനം പരിശീലിക്കണം, ചിന്തിക്കാതിരിക്കാൻ പരിശീലിക്കണം. ചിന്തിക്കാതിരിക്കാൻ നല്ല കാര്യമായി. ചിന്തിക്കണം, ഞാൻ ഇനി ഒന്നും ചിന്തിക്കില്ല എന്നിട്ട് 2 മിനിറ്റിൽ നോക്കും. ഇതുവരെ നിങ്ങൾ ചിന്തിച്ചിട്ടില്ല ചിന്തകൾ പോലെ നിങ്ങളുടെ അടുത്തോടെ ഇങ്ങനെ കടന്നു പോകും. അപ്പൊ ഒരു കാര്യം ചെയ്താൽ മതി. ഇപ്പൊ എന്താ ചിന്തിച്ചതെന്ന് ആലോചിക്കും. ഇപ്പൊ ഞാനീ പറയുന്നത് കേൾക്കുമ്പോൾ ഒന്ന് ആലോചിക്കും, നിങ്ങൾ ഇപ്പൊ എന്താ ചിന്തിച്ചതെന്ന് ആലോചിച്ചു. അത് ചിന്തിച്ചപ്പോൾ എന്താ ചിന്തിച്ചതെന്ന് ആലോചിച്ച് നോക്കൂ. ചിന്തിച്ചത് ഞാനിപ്പോ എന്താ ചിന്തിച്ചതെന്ന് ആലോചിച്ചപ്പോൾ അങ്ങനെ അതിന്റെ അകത്തകത്തെ ആലോചിച്ച് നോക്ക്. ഞാൻ പറയുന്ന എക്സസൈസ് ഇഷ്ടമായോ? നിങ്ങൾ കുറച്ചു പേരെങ്കിലും ആലോചിച്ചില്ലേ? ഓ പിന്നെ നിങ്ങൾ പറയണ പോലെയൊക്കെ ഞാൻ ചിന്തിച്ചു പോവല്ലെന്ന്. ഈ പണി നിങ്ങളുടെ മനസ്സും പറയും. നിങ്ങൾ മനസ്സിനെ കൂടെ ചോദിച്ചു നോക്കും. നിങ്ങൾ ആവർത്തിച്ച് ഇപ്പൊ ഞാൻ എന്താ ചിന്തിച്ചത്, അപ്പൊ എന്താ ചിന്തിച്ചത്, അങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ എന്താ ചിന്തിച്ചത്, അപ്പോൾ എങ്ങോട്ടാ പോയത്, അപ്പോ മനസ്സ് അങ്ങോട്ട് പോയോ ഇങ്ങോട്ട് പോയോ. കുറച്ചു നേരം ചിന്തിച്ചു നോക്കും. മനസ്സ് പറയും, ഓ എനിക്ക് വേറെ പണിയൊന്നുമില്ല, ഞാൻ മിണ്ടായിരിക്കാതെ പുള്ളി പരിപാടി നിർത്തും. ഏതാ ചിന്തിക്കുന്ന പരിപാടികൾ നിർത്തും. ആ സമയത്ത് നമ്മൾ എത്തുന്ന ഒരു സ്ഥലമുണ്ട്. ഒരു പക്ഷേ അതിൽ നമ്മളൊരു നിർവൃതി കണ്ടെത്താൻ പറ്റിയാൽ, നമുക്കതിനെ ധ്യാനം എന്ന് വിളിക്കാം. ധ്യാനം എന്ന് വെച്ചാൽ ഞാൻ എന്നുള്ള ബോധം, ഞാൻ എന്നുള്ള ഏകകത്തെ ആധാരമാക്കി നിൽക്കുന്ന ഏത് കാര്യങ്ങളിൽ നിന്നും എനിക്ക് മാറി നിൽക്കാൻ കഴിയുമ്പോൾ ധ്യാനം സംഭവിക്കുന്നു. ഒരു കൊച്ചു കുഞ്ഞിനെ കാണുകയാണ്. കൊച്ചു കുഞ്ഞിന്റെ ചിരി കണ്ടു കഴിഞ്ഞപ്പോ എന്റെ അമ്മോ എന്തൊരു ഇഷ്ടമാണ്, എന്തൊരു ചന്ത. കഴിഞ്ഞ 2 ദിവസം മുമ്പായിട്ട് ഒരു ജനിച്ചു വീണ ഒരു ആനക്കുട്ടിയെ അതിന്റെ അമ്മയൊക്കെ ഉപേക്ഷിച്ച് പോയിട്ട് വനപാലകരെ എടുത്ത് വളർത്തുന്ന ഒരു വീഡിയോ 2 ദിവസമായിട്ട് പ്രചരിക്കുന്നുണ്ട്. അതിൽ ആ വനപാലകൻ ആയിട്ടുള്ള ഒരാള്, അയാളുടെ വിരലാണ് കുഞ്ഞിന് വായിൽ വെച്ചു കൊടുക്കുന്നത് മുലയ്ക്ക് പകരമായിട്ട്. അത് അതിന്റെ കൂടെ തന്നെയാണ്. ഈ കുഞ്ഞിനെ കണ്ടാലും അതിനേക്കാളും കൂടുതൽ അയാളുടെ ഉള്ളിലെ ആണായിട്ടുള്ള അയാളുടെ ഉള്ളിലെ മാതൃത്വം ഉണ്ടല്ലോ, അത് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ മനസ്സലിഞ്ഞു പോകും. ഞാനെന്നുള്ള സാധനം അവിടെ മറന്നു പോകും നമ്മൾ. അപ്പോ നിർമ്മലമായ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ മറക്കും. അതുപോലെ തന്നെ നമ്മുടെ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച മാഷൊക്കെ ഉണ്ടെന്നിരിക്കട്ടെ, ആ സമയത്ത് ഞാൻ മറ്റേ ആളാണ്, ഞാൻ പണ്ട് മറ്റേ ആർമിയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ നേവിയിലുണ്ടായിരുന്നതാണ്, ഇപ്പൊ ഞാൻ പൂജാരിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ രാജേഷ്? ഞാൻ ആയുർവേദ ഡോക്ടറാണ് പറഞ്ഞിട്ട് ഇരിക്കുവോ? ഇല്ല. ആ സമയത്ത് ഭയഭക്തികളോടുകൂടി നമ്മൾ അവിടെ താണുവടങ്ങും. അപ്പോ നമ്മുടെ ആ ഉള്ളിലുള്ള ആ സംഭവങ്ങളെല്ലാം പോയി, ഞാനെന്നുള്ള വിചാരം പോയി നിൽക്കുന്ന സമയത്ത് അപ്പോഴും നമ്മൾ മനസ്സിങ്ങനെ തണുത്തു. ഈ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് നിർവൃതിയുടെ ഒരു അവസ്ഥയുണ്ടാവും. ഈ അവസ്ഥ എന്താ? ഇത് ധ്യാനമാണ്. അല്ലാണ്ട് കണ്ണു അടച്ചിട്ട് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്നതല്ല ധ്യാനം. ഞാൻ എന്നുള്ള ബോധത്തിൽ നിന്നും മാറാൻ കഴിയുന്ന സമയത്ത് നിങ്ങളിൽ ധ്യാനം സംഭവിക്കും. ഈ സമയത്ത് എന്താണ് ഉണ്ടാവുന്നത്? നിങ്ങളുടെ ഉള്ളിലെ മനസ്സിന്റെ ചിന്തയുടെ പുനഃസ്ഥാപനം സംഭവിക്കുകയാണ്. അതിന്റെ ഒറിജിനൽ ഫോമിലേക്ക് വരും, റെസിലിയൻസ് ഉള്ള പ്രോസസ് സംഭവിക്കുകയാണ്. അപ്പോ ശരീരത്തില്, മനസ്സില്, ജീവനിലൊക്കെ ഇതുപോലെ പുനഃസ്ഥാപനങ്ങൾ സംഘടിപ്പിക്കാൻ നമ്മുടെ വിശ്രാന്തിക്ക് കഴിയും. നമ്മൾ ഏത് തരത്തിലുള്ള വിശ്രാന്തി, ഇപ്പൊ നമ്മള് പ്രഭാത സംഘങ്ങളിൽ ആഴ്ചയിൽ ഒരിക്കൽ വിശ്രാന്തി എന്നുള്ളൊരു പ്രോസസ് ഉണ്ട് അല്ലെ? ഈ പ്രോസസ് ഉച്ചയ്ക്ക് ചെയ്യുന്ന പല ആളുകളും ഉണ്ടല്ലോ ഈ കൂട്ടത്തില്. PSPയുടെ ഭാഗമായിട്ട് ഉച്ചയ്ക്ക് ഊണിന് ശേഷം ഇരുന്നിട്ട് കാലം നീട്ടിയിരുന്നിട്ട് വിശ്രാന്തി ധ്യാനം ചെയ്യുന്ന ആളുകളുണ്ടല്ലോ.
ഒരു ദിവസം തുടങ്ങുന്ന പോലെയല്ലേ തോന്നുക, പുതിയൊരു ദിവസം തുടങ്ങുന്ന പോലെയല്ലേ തോന്നുക. അത്രയും എനർജിയാണ് നമുക്ക് കിട്ടുക. എന്താണ് സംഭവിക്കുന്നത്? അത്രയും നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? ഈ പുനഃസ്ഥാപനമാണ്. അപ്പോ നമ്മുടെ ഉള്ളിൽ ഈ ക്ഷീണം ആയിട്ട് തോന്നുന്ന ഒരു കാര്യം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ഉള്ളിൽ ഒരു നവജീവൻ പ്രവർത്തിക്കുന്നുണ്ട്, ഒരു നവമായിട്ടുള്ള ഒരു ഊർജം പ്രവർത്തിക്കുന്നുണ്ട്. അത് പ്രവർത്തിച്ചു തുടങ്ങുന്നു എന്നുള്ളത്. അവിടുന്ന് നമ്മൾ തുടങ്ങിയിട്ട് പിന്നെ നമ്മൾ ചെന്നെത്തേണ്ടത് വിശ്രമം എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ്. ശരീരത്തിന് വിശ്രമം, മനസ്സിന് വിശ്രമം, ജീവന് വിശ്രമം, പ്രവർത്തനങ്ങളിൽ വിശ്രമം, കുടുംബത്തിന് വിശ്രമം, സ്ഥാപനത്തിന് വിശ്രമം, നമ്മുടെ പ്രൊഫഷണൽ ജീവിതത്തിന് വിശ്രമം. ഇടയ്ക്ക് വിശ്രമം കൊടുത്തു നോക്കും. അതുണ്ടാക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ഷീണം തോന്നിയപ്പോൾ ഉള്ളിൽ പ്രവർത്തനം തുടങ്ങി എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ഉള്ളിൽ ലീനമായി കിടക്കുന്ന പലതിനെയും എടുത്ത് ഉണർത്തിത്തരും. നിങ്ങളുടെ മനസ്സിന് വിശ്രമം കൊടുത്താൽ, അതായത് നിങ്ങൾ അകത്തേക്ക് പോയിട്ട് നിങ്ങൾ ധ്യാനാത്മകമായിട്ടുള്ള അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണർന്നു വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു പുതിയ ലോകത്തെത്തിയ ഒരവസ്ഥയായിരിക്കും. ഒരു കുഞ്ഞിനോട് കുറച്ചു നേരം സംവദിച്ചാൽ, ഒരു മാഷോട് കുറച്ചു നേരം സംവദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ 1ാം ക്ലാസ്സിൽ പഠിച്ച മാഷോട് കേട്ടോ സംവദിച്ചു കഴിഞ്ഞാൽ, അതുപോലെ നമ്മുടെ ഗുരുക്കന്മാരോട് ഇടപെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മഹത് വ്യക്തികളോട് ഇടപെട്ട് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ മഹത്തരങ്ങളായ സ്ഥലങ്ങളിൽ പോയി ചെന്ന് കഴിഞ്ഞാൽ ഒക്കെ നമ്മുടെ മനസ്സിന് ആ രഞ്ജിമം ഉണ്ടാവും. രഞ്ജിമം ഉണ്ടായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ലഘുവാകും, നമ്മൾ ക്രിയാത്മകമാകും, മനസ്സ് ക്രിയാത്മകമാകും. അങ്ങനെ നമ്മൾ ക്രിയാത്മകതയുടെ ലോകങ്ങളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും വിശ്രമിച്ചാൽ. വിശ്രമമില്ലാതിരുന്നാലോ? ഇത് നമ്മുടെ ആ ലാലേട്ടനെ കേൾപ്പിക്കേണ്ടതാണ്. വിശ്രമം ഇല്ലാതിരുന്നാൽ ഉള്ള അവസ്ഥ എന്താ? ബെഡ്റൂമായിട്ട് ഒരെണ്ണത് കിടക്കും, എഴുന്നേക്കാൻ വയ്യാത്ത അവസ്ഥയിലും. ഞാനിടക്ക് ഒന്ന് കിടക്കേണ്ടി വന്നില്ലേ? ഇത് പറയാൻ എളുപ്പമാണ്. നമ്മൾ പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ളത് ഒരു വലിയ പണിയാണ്. ഞാൻ ഉപവസിക്കും, പക്ഷെ ഈ പ്രവർത്തനങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാണ്ടിരിക്കൂല. അങ്ങനെ നിരന്തരം ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കും. അവസാനം നമ്മൾ അടുത്ത് കിടക്കേണ്ടി വരും. അപ്പൊ ഈ ഒരു അവസ്ഥയ്ക്ക് പരിഹാരം എന്ന് പറയുന്നത് വിശ്രമമാണ്. നമ്മൾ നിരന്തരമായിട്ട് നമ്മുടെ ശരീരത്തില്, മനസ്സില്, ജീവനില്, ജീവിതത്തില്, സൗഹൃദങ്ങളിൽ, ബന്ധങ്ങളിൽ, ഔദ്യോഗികതകളിൽ ഇതൊക്കെ ഉണ്ടാകുന്ന തേയ്മാനങ്ങളിൽ, കേടുപാടുകൾക്കൊക്കെ കാരണം നമ്മുടെ നിരന്തരമായ പ്രവർത്തനമാണ്. അനുചിതമായ പ്രവർത്തനം ഉണ്ടാവും, അറിവില്ലായ്മ പ്രവർത്തനം, അതൊക്കെ എന്തോ ആയിക്കോട്ടെ. പക്ഷെ അങ്ങനെ ഒരു പ്രവർത്തനം വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു കേടുപാട് പ്രവർത്തനം മൂലം വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് വിശ്രമമാണ്. വിശ്രമം മാത്രമാണ് ലോകത്തൊരു ഔഷധത്തിനും ഒരു ചികിത്സകനും, ലോകത്തൊരു ചികിത്സാ സമ്പ്രദായത്തിനും, ലോകത്തൊരു ടാക്ടിക്കിനും നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ചെയ്യാൻ കഴിയുന്നത് നിങ്ങളുടെ അകത്ത് മനസ്സിനോ ശരീരത്തിനോ ജീവിതത്തിനോ വ്യക്തിത്വത്തിനോ എന്തിനും നിങ്ങൾക്കൊരു കുഴപ്പമുണ്ടെങ്കിൽ, ആ കുഴപ്പമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് വിശ്രമമാണ്. വിശ്രമം മാത്രമാണ്. വിശ്രമം മാത്രമാണ്. ഒരു പക്ഷെ ആ വിശ്രമിക്കുന്ന സമയത്ത് അപ്പോൾ ഒരു പരിചാരകൻ അവിടെ ചിലപ്പോൾ നല്ലൊരു റോൾ ഉണ്ടായേക്കാം. നിങ്ങളിൽ പലരും നിങ്ങളുടെ ആഘാതങ്ങളിൽ പലപ്പോഴും എന്നെ ഉപയോഗിക്കാറുണ്ട്. ആ ഉപയോഗിക്കുന്നത് ഒരു പരിചാരകൻ എന്നുള്ള റോളിലാണ്. അല്ല, ഞാൻ ചികിത്സകനല്ല, ഞാൻ നിങ്ങളെ ഹീൽ ചെയ്യുന്നില്ല. ഞാൻ ഹീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഞാൻ നിങ്ങളെ പരിചരിക്കുന്നു. തൽക്കാലത്തേക്ക് ഒരു പരിചരണമാണ്. പ്രവർത്തനം നടക്കുന്നത് നിങ്ങളുടെ ഉള്ളിലാണ്, നിങ്ങളുടെ മനസ്സിലാണ്, ശരീരത്തിലാണ്, ജീവനിലാണ്, ജീവിതത്തിലാണ്, വ്യക്തിത്വത്തിലാണ്, നിങ്ങളുടെ ആധ്യാത്മിക ധാരയിലാണ്, നിങ്ങളുടെ പർപ്പസിലാണ്. അവിടെയാണ് ഹീലിംഗ് നടക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളെ വിശ്രമിപ്പിക്കുക എന്നുള്ളതാണ്. വിശ്രമത്തിലേക്ക് നിങ്ങളെ വിട്ടുകൊടുക്കുക, അതിനായിട്ടുള്ള മനസ്സാന്നിധ്യം ഉണ്ടാക്കുക. അത്യാവശ്യം ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങളിലേക്ക് കൺവേ ചെയ്തു എന്ന് തോന്നുന്നു. ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ് എടുക്കേണ്ടത് ആരാണെന്ന് അറിയാലോ, നിങ്ങളാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ വിശദീകരണം തരാൻ ശ്രമിക്കാമെന്ന് മാത്രം. ചോദ്യങ്ങളിലൂടെ കടന്നു പോകാം. അപ്പോൾ ഞാൻ ഈ അവതരണം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.